ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസ് അക്കാഡമി. സോ നമ്മൾ ആർട്ടിക്യൂ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുമ്പേ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ഞാൻ കൺസെപ്റ്റ്സിലായിരിക്കും ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് മോർ ദാൻ ഫൈനൽ ആൻസർ. നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ റിവിഷൻ ചെയ്യുന്നില്ല. ആർട്ടിക്യൂ സ്റ്റാൻഡ്സ് ഫോർ റിവിഷൻ ത്രൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസിനെക്കാട്ടിൽ കൂടുതൽ, അതായത് ഫൈനൽ ആൻസറിനെക്കാട്ടിൽ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കൺസെപ്റ്റ്സിലായിരിക്കും. നിങ്ങൾ ജസ്റ്റ് 2x സ്പീഡിൽ പ്ലേ ബാക്ക് സ്പീഡ് ഇട്ടിട്ട് പെട്ടെന്നൊന്ന് കണ്ടു തീർത്താൽ മതി. അപ്പം ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഞാനൊന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ ഒന്നും കൂടെ GTയുടെ നോട്ട്സ് ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓൾസോ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് നമ്മളെ അറിയിപ്പിക്കുക. കൂടുതൽ ഇതുപോലുള്ള എക്സാം ടൈമിൽ റിവിഷൻ ത്രൂ ക്വസ്റ്റ്യൻസ് വേണോ അല്ലെങ്കിൽ റിവിഷൻ ത്രൂ കൺസെപ്റ്റ്സ് വേണോ എന്നുള്ളതും കൂടെ നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവരുടെയും റിവിഷൻ അടിപൊളിയായിട്ട് പോകുന്നു വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും റിവിഷനും കൂടെ ചെയ്താലേ നമുക്കൊരു ടോപ്പ് റാങ്കിലോട്ട് എത്തത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും അടുത്ത ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. ഏകദേശം എല്ലാത്തിലും ജിയോ ടെക്നിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ പഠിക്കുക. 10 മാർക്സ് ആണ് എയ്ക്ക് ജിയോ ടെക്നിക്കലിന് അവർ അലോട്ട് ചെയ്തേക്കുന്നത്. അതിൽ 10 തന്നെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ എത്രത്തോളം പാടാണെങ്കിൽ പോലും ഒരു 8 to 9 മാർക്സ് തന്നെ നമുക്ക് സ്കോർ ചെയ്യണം കേട്ടോ. ജിയോ ടെക്നിക്കൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a dry soil sample has void ratio 0.4. Without any change in the void ratio, water is added to the sample so that its degree of saturation is 35%. Considering the unit weight of water as 10, okay, അത് നമുക്കറിയാം. If specific gravity of soil തന്നിട്ടുണ്ട്, then the difference in the unit weight of the sample will be. അതായത് ഒരു ഡ്രൈ സോയിലാണ് പറയുന്നുണ്ട്. വോയിഡ് റേഷ്യോ മാറ്റാതെ തന്നെ വെള്ളം അവർ ആഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് വെയ്റ്റിന് എന്ത് ചേഞ്ച് സംഭവിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് നോക്കാം യൂണിറ്റ് വെയ്റ്റിൻ്റെ ചേഞ്ച്, അതായത് γ1 മൈനസ് γ2 ചേഞ്ച് ഇൻ ദ യൂണിറ്റ് വെയ്റ്റ് ആണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ γ1 എന്ന് പറഞ്ഞാൽ ആദ്യം ഡ്രൈ സോയിൽ അല്ലേ, അതിൻ്റെ ഫോമിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, G∗W ഡിവൈഡ് ബൈ 1 + E. എന്നാൽ വെള്ളം ആഡ് ചെയ്യുമ്പോൾ പിന്നെ അത് ഡ്രൈ അല്ലേ, യൂണിറ്റ് വെയ്റ്റ് ആവും. ആ യൂണിറ്റ് വെയ്റ്റിൻ്റെ ഫോമിൽ എന്താണ്, G + ES × γW ഡിവൈഡഡ് ബൈ 1 + E. സി ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ വോയിഡ് റേഷ്യോയും സ്പെസിഫിക് ഗ്രാവിറ്റിയും γW എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മുടെ ട്രെൻഡ് എന്താണ്, ഇത് രണ്ട് കണ്ടുപിടിച്ചിട്ട് അത് ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും അല്ലേ, ആൻസർ കിട്ടും. പക്ഷേ അങ്ങനെ രണ്ട് സ്റ്റെപ്പും നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ടൈം നഷ്ടപ്പെടും. അതിനെക്കാട്ടി ബെറ്റർ ആണ് ഇതൊന്ന് മൈനസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ മൈനസ് ചെയ്ത് നോക്കുമ്പോൾ സി ഹിയർ G∗W ഡിവൈഡ് ബൈ 1 + E കോമൺ ആണ്. അപ്പോൾ അത് വെട്ടിപ്പോവും. അപ്പോൾ ബാക്കിയുള്ള ടേം മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോകുമ്പോഴത്തേനും ബാക്കി വരുന്ന ES∗W ഡിവൈഡ് ബൈ 1 + E ഇത് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും. കറക്റ്റ് അല്ലേ പറയാം? നോക്കി, G∗W ഡിവൈഡ് ബൈ 1 + അകത്തോട്ട് പോകുമ്പോൾ അത് രണ്ടും വെട്ടിപ്പോൾ ബാക്കി വരുന്ന ഈ ഒരു ടേം മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അതാണ് പറഞ്ഞത്, കൺസെപ്ച്വൽ ലേണിംഗ്. നമ്മൾ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ അറിയണം. ഓൾസോ സ്റ്റെപ്പിലൂടെ എത്രത്തോളം പെട്ടെന്ന് ആൻസർ ഉണ്ട്. ഇനിയിപ്പോൾ എളുപ്പമാണ്, EM S ഗാമയുടെ EM കൂടെ ഇട്ട് കൊടുത്താൽ പോരെ, ഡയറക്റ്റ്ലി യു വിൽ ഗെറ്റ് ദ ആൻസർ. ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ആൻസർ നിങ്ങൾക്ക് 1 കിട്ടണം കേട്ടോ, 1 kN/m³. അടുത്ത്, എ സോയിൽ സാമ്പിൾ ഹാസ് എ പോറോസിറ്റി ഓഫ് 40%. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ കൺസെപ്റ്റിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, അല്ലാതെ ചെയ്ത് കണ്ടുപിടിക്കുന്നതിലല്ല. അപ്പം അപ്രോച്ചും ആ കൺസെപ്റ്റ് ഏതാണെന്നും കൂടെ ആയിരിക്കും ഈ വീഡിയോയിൽ പെട്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതെ, പോറോസിറ്റി തന്നിട്ടുണ്ട്, ദ സ്പെസിഫിക് ഗ്രാവിറ്റിയും തന്നിട്ടുണ്ട്, ഡ്രൈ ഡെൻസിറ്റിയാണ് ചോദിക്കുന്നത്. സോ എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ എന്താണ്, G∗W ഡിവൈഡഡ് ബൈ 1 + E ആണല്ലേ. പക്ഷേ ഇവിടെ പോറോസിറ്റി ആണ് തന്നിട്ടുള്ളത്. അപ്പം പോറോസിറ്റി വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, N/1 - N അല്ലേ. അല്ലെങ്കിൽ തിരിച്ച് N തന്നിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ N കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലോ, E/1 + E. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഫോമുലയാണല്ലോ, ഇതെല്ലാവർക്കും അറിയാവുന്ന ഫോമുല. പക്ഷേ ഓക്കെ, അത് അറിയാമെന്ന് വിചാരിക്കുക. ഡ്രൈ ഡെൻസിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഇനി ഓപ്ഷൻസ് നോക്കിയേ, g/cm³. സോ അവിടെ നമ്മൾ മനസ്സിലാക്കണം, G∗W ഡിവൈഡഡ് ബൈ 1 + E ഇത് ഏതാപ്പം, ഇത് ഡ്രൈ ഡെൻസിറ്റി അല്ലേ, യൂണിറ്റ് വെയ്റ്റിൽ. എന്നാൽ ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഇത് ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ആണ്. ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ G∗ρW ഡിവൈഡഡ് ബൈ 1 + E ആണ് അല്ലേ. ഈ രണ്ട് ഫോമിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, രണ്ടും സെയിം തന്നെയാണ്, ഒന്നുമില്ല, ഗാമേനെ മാറ്റി റോ ആക്കി എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗാമ ആൻഡ് റോ? ഇപ്പുറത്ത് എഴുതാം, ഗാമ = ρ × G. Gamma = ρ × G. That means γW = ρW × G. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ വാല്യൂസ് നോക്കിയേ, γWയുടെ വാല്യൂ എത്ര, 9.81 kN/m³. അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി, നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാത്ത എക്സാംസിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 10 എടുത്താൽ മതി. ഗേറ്റ് കാൽക്കുലേറ്റർ ഗേറ്റ് എക്സാമിന് നിങ്ങൾ 9.81 എടുത്താൽ മതി. ഇനി ρW
റോ ഡബിൾഡ് വാല്യൂസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തേ. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 1 ഗ്രാം പെർ സി സി അല്ലേ. 1 ഗ്രാം പെർ സി സി അല്ലെങ്കിൽ 1 ഗ്രാം പെർ ml, അതാണ് വെള്ളത്തിൻ്റെ ഡെൻസിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഗ്രാം പെർ സി സി, സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ സി സി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ലിയർലി ഓപ്ഷൻസിൽ അവർ ഗ്രാം പെർ സി സിയിലാണ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് റോ ഡബ്ല്യു 1 ആയിട്ട് എടുത്താൽ മതി. ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, G ഡിവൈഡഡ് ബൈ 1 + E ചെയ്താൽ മതി. ഉള്ളി തിങ് E തന്നിട്ടില്ല, പകരം N ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ Nൽ നിന്ന് E കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. അപ്പോൾ അപ്രോച്ച് മനസ്സിലായല്ലോ. കാണുമ്പോൾ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈ ബേസ് സെറ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും, എങ്ങനെ ചെയ്യണമെന്നുള്ളത് കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പോൾ അത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വെയ്റ്റ് ഓഫ് വാട്ടർ ടു ബി ആഡഡ് ഇൻ കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ടു മേക്ക് ദ സോയിൽ സാച്ചുറേറ്റഡ് വിത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി 2.7 ഹാവിങ് മോയ്സ്ചർ കണ്ടൻറ്റ് 20% ആൻഡ് വോയിഡ് റേഷ്യോ 0.72. അപ്പോൾ എത്ര വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് സോയിലിനെ സാച്ചുറേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി? നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ആദ്യം ഒരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്, പിന്നെ അവർ കുറച്ചുകൂടെ വെള്ളം ഇട്ട് കൊടുത്തപ്പോൾ എത്രത്തോളം വെള്ളം ഇട്ട് കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്നതിലല്ല, കൺസെപ്റ്റ് അപ്രോച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? വെയ്റ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് സോളിഡ്സ്. സി, നിങ്ങൾ വെള്ളം എത്ര ആഡ് ചെയ്താലും മാറാത്ത ഒരാളുണ്ട്. വെയ്റ്റ് ഓഫ് സോളിഡ്സും വോളിയം ഓഫ് സോളിഡ്സും മാറത്തില്ല. ദാറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ്. സോ ദാറ്റ് അപ്രോച്ച് വിൽ യൂസ് ദാറ്റ് അപ്രോച്ച്. സെക്കൻഡ് വാട്ടറിന് നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും വെള്ളത്തിൻ്റെ വെയിറ്റ് മാറും, ഉറപ്പാണ് അല്ലേ. എന്നാൽ ഇയാൾ മാറത്തില്ല. നോക്കി, ഇവിടെ നിങ്ങൾ വാട്ടർ കണ്ടൻറ്റ് ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കി. W1 - W2 ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് വാട്ടർ ഇൻ ദ ഫസ്റ്റ് കേസ് മൈനസ് വെയ്റ്റ് ഓഫ് വാട്ടർ ഇൻ ദ സെക്കൻഡ് കേസ് ഡിവൈഡഡ് ബൈ WS. അവർ ചോദിച്ചേക്ക് നോക്കി, ദ വെയ്റ്റ് ഓഫ് വാട്ടർ ടു ബി ആഡഡ്, എത്ര വെള്ളം ഇനി ഒഴിച്ചു കൊടുക്കണം, അതായത് ഡിഫറൻസ് ഇൻ വാട്ടർ, ഇത് കണ്ടുപിടിച്ചാൽ മതി. ജസ്റ്റ് ഫൈൻഡ് ദിസ്. അതിന് എന്ത് ചെയ്താൽ മതി? വാട്ടർ കണ്ടൻറ്റ് ചേഞ്ചും ഇൻറ്റു WS. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിയേ, ദ വെയ്റ്റ് ഓഫ് വാട്ടർ ടു ബി ആഡഡ് ഇൻ കിലോമീറ്റർ പെർ മീറ്റർ ക്യൂബ് ടു മേക്ക് ദ സോയിൽ സാച്ചുറേറ്റഡ് വിത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ഹാവിങ് മോയ്സ്ചർ കണ്ടന്റ്, ഇപ്പോൾ ഇനിഷ്യൽ മോയ്സ്ചർ കണ്ടന്റ് 20% തന്നിട്ടുണ്ടേ, ആൻഡ് വോയിഡ് റേഷ്യോ 0.72. നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് കൂടുന്നതെന്ന് ആലോചിച്ച് നോക്കി. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇൻക്രീസ് ആവുന്നത് വാട്ടർ കണ്ടൻറ്റ് മാത്രമല്ല, ഡിഗ്രി ഓഫ് സാച്ചുറേഷനോ. എന്നാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതോ G കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു പരിധി വരെ കോൺസ്റ്റൻ്റ് ആണ്. ഇത് ഷ്രിങ്കേജ് ലിമിറ്റ് പഠിച്ചവർക്കറിയാം, ഒരു പരിധി വരെ കോൺസ്റ്റൻ്റ് ആണ്. കാരണം നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നതിനനുസരിച്ച് വോളിയം വിൽ ബി കോൺസ്റ്റൻറ്റ്. പിന്നെ ഒരു ലിമിറ്റ് കഴിഞ്ഞാലാണ്, അതായത് ഷ്രിങ്കേജ് ലിമിറ്റിന് ബിയോണ്ട് ആയിട്ട് നിങ്ങൾ വെള്ളം ആഡ് ചെയ്താൽ ടോട്ടൽ വോളിയം ഇൻക്രീസ് ആകും, അല്ലെങ്കിൽ വോയിഡ് റേഷ്യോ ഇൻക്രീസ് ആകും. അപ്പോൾ ഒരു പരിധി വരെ ഇയും കോൺസ്റ്റൻ്റ് ആണ്. അൺലെസ് അതർവൈസ് മെൻഷൻ യു ക്യാൻ ടേക്ക് ഇ ആസ് എ കോൺസ്റ്റൻറ്റ്. സോ നമുക്ക് ഇതെല്ലാവർക്കും അറിയാമല്ലോ, ES = WG അല്ലേ. അപ്പോൾ ഫസ്റ്റ് കേസിൽ, അതായത് വാട്ടർ കണ്ടൻറ്റ് ഫസ്റ്റ് കേസിൽ 20% ആണ് ഒരു ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ എന്താണ്? സോയിൽ സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം, അതായത് സെക്കൻഡ് വാട്ടർ കണ്ടൻറ്റ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുമില്ല, യൂസ് എ സെയിം ഫോമുല. E ഈസ് ഗിവൺ, നോക്കിയോണേ അപ്രോച്ച് നോക്കിയോണേ, E തന്നിട്ടുണ്ട്, G ഇതൊന്നും മാറുന്നില്ല. വാട്ടർ കണ്ടൻറ്റ് മാറും, പുതിയ വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കണം. അപ്പം സെക്കൻഡ് വാട്ടർ കണ്ടൻറ്റ് എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഫുള്ളി സാച്ചുറേറ്റഡ് ആവാൻ. ഫുള്ളി സാച്ചുറേറ്റഡ് ആകുമ്പോൾ എസിൻ്റെ വാല്യൂ എത്ര? 1. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ നിന്ന് സെക്കൻഡ് വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കണം. സോ W2 = E ഡിവൈഡഡ് ബൈ G. ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിലിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കണം ആദ്യം. അപ്പോൾ W2 കിട്ടും. എന്നിട്ടാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. നോക്കി, W1 തന്നിട്ടുണ്ട്, W2 കണ്ടുപിടിക്കണം, ഇൻറ്റു WS കൂടെ വേണം അല്ലേ. WS എന്താണ്? നോക്കി, ഇറ്റ്സ് എ വെയ്റ്റ് ഓഫ് സോൾട്ട്സ്. ഇവിടെ എഴുതാം, വെയ്റ്റ് ഓഫ് സോളിഡ്സ്. വെയ്റ്റ് ഓഫ് സോളിഡ്സിനെ കണ്ടുപിടിക്കാൻ ഒരു രീതി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഗാമ D അറിയാമെങ്കിൽ വെയ്റ്റ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. ഓൾസോ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ക്ലൂ ഇട്ട് തന്നിട്ടുണ്ട്, കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. വോളിയം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, ഒരു മീറ്റർ ക്യൂബിൽ എത്ര എന്നുള്ളതാണ്. സോ യു ക്യാൻ അസ്യൂം V = 1. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗാമ D = WS എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഗാമ D എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം ഫോമല്ല, G ഗാമ W ഡിവൈഡഡ് ബൈ 1 + E. തന്നിട്ടുണ്ട്, G ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? WS കണ്ടുപിടിക്കുക, അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് അപ്രോച്ച് കേട്ടോ. ഇത് ഓർത്തിരിക്കുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു കൺസെപ്റ്റാണ്. കുറച്ച് വെള്ളം ആഡ് ചെയ്യുമ്പോൾ എത്രത്തോളം വാട്ടറിൻ്റെ
വെയ്റ്റിൻ്റെ ചേഞ്ച് എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു അപ്രോച്ച് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഫോർമുല ആക്ച്വലി. ഇതൊന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. പക്ഷേ ഇത് ടൈം എടുക്കും കേട്ടോ. ഇതിപ്പോൾ ഒരു റൗണ്ട് 2, കാരണം നിങ്ങൾ ഉണ്ടല്ലേ ഒരു 2-3 സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മിനിമം ഒരു 2 മാർക്ക്. ഇത് ഗേറ്റിൻ്റെ 2 മാർക്സ് ക്വസ്റ്റ്യൻ. അപ്പം മിനിമം 2 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 2 to 3 minutes വേണം സോൾവ് ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും 2ാമത്തെ 3ാമത്തെ റൗണ്ടിലേ ചെയ്യുമോ. ഫസ്റ്റ് റൗണ്ടിൽ ഇത് കയറി ചെയ്ത് റൗണ്ട് ഇട്ടിട്ട് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടേ തിരിച്ച് വരാമാണ്. ഇതിന് ടൈം എടുക്കും. നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മോർ ദാൻ 2 സ്റ്റെപ്പ് വരുമ്പോഴത്തേനും നിങ്ങളുടെ കാൽക്കുലേഷൻ ചിലപ്പോൾ തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ടൈം എടുത്ത് തന്നെ ചെയ്താൽ മതി. 2ാമത്തെ 3ാമത്തെ റൗണ്ടിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റെപ്പ് ആണെങ്കിൽ പോലും നമ്മൾ ഏത് ക്വസ്റ്റ്യനാണ് ആദ്യത്തെ റൗണ്ട് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അപ്രോച്ച് ഇതാണ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. എ സോയിൽ സാമ്പിൾ വെയ്സ് 120 gram ആൻഡ് ആഫ്റ്റർ ഓവൻ ഡ്രൈയിങ് ദ വെയ്റ്റ് റെഡ്യൂസസ് ടു 90 gram. വാട്ട് വിൽ ബി ദ വെയ്റ്റ് ഓഫ് വാട്ടർ ബിഫോർ ഓവൻ ഡ്രൈയിങ്? നോക്കി, എ സോയിൽ സാമ്പിൾ വെയ്സ്, അപ്പോൾ സോയിലിൻ്റെ വെയ്റ്റ് 120 gram എന്ന് പറയുന്നുണ്ട്. ആഫ്റ്റർ ഓവൻ ഡ്രൈയിങ്, ചൂടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ വെയ്റ്റ് 90 ഗ്രാമിലോട്ട് ചുരുങ്ങി. വാട്ട് ഇസ് ദ വെയ്റ്റ് ഓഫ് വാട്ടർ ബിഫോർ ഓവൻ ഡ്രൈയിങ്? അതായത് 120 gram ചൂടാക്കിയപ്പോൾ 90 gram ആക്കി ഓവൻ ഡ്രൈ ചെയ്യുന്നെങ്കിൽ ഈ ചൂടാക്കിയപ്പോൾ എന്തോ സംഭവിച്ചാൽ വെള്ളമല്ലേ ഇവാപ്പറേറ്റ് ചെയ്ത് പോയത്. അപ്പോൾ ഇതിൽ നിന്ന് 30 gram ഓഫ് വാട്ടറാണ് ഇവാപ്പറേറ്റ് ചെയ്ത് പോയത് അല്ലേ. ബാക്കി ആരാ? സോളിഡ്സാണ്. ഓവൻ ഡ്രൈഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു ഡൗട്ടും വേണ്ട, ഈ 30 gram തന്നെയാണ് നമ്മുടെ വെള്ളം അല്ലേ. അതാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അത് ഡയറക്റ്റ് ആൻസറാണ്. അതൊരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ന്യൂമറിക്കൽ അല്ല, ജസ്റ്റ് കൺസെപ്ച്വൽ. ഓവൻ ഡ്രൈ നിങ്ങൾക്ക് ഇത് അറിയാവുന്ന. ഓവൻ ഡ്രൈ ചെയ്യുമ്പോൾ അതിനകത്തുള്ള എല്ലാ വെള്ളവും ഇവാപ്പറേറ്റ് ചെയ്ത് പോവും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അത് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സോയിൽ ഹാസ് എ ലിക്വിഡ് ലിമിറ്റ് ഓഫ് 25%. ഫ്ലോ ഇൻഡെക്സ് IF വാല്യൂ തന്നിട്ടുണ്ട് 12%. ഇഫ് ദ പ്ലാസ്റ്റിക് ലിമിറ്റ് ഇസ് 15%. ടഫ്നെസ് ഇൻഡെക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ടഫ്നെസ് ഇൻഡെക്സിൻ്റെ ഫോമുല അറിയണം. IT, ടഫ്നെസ് ഇൻഡെക്സിൻ്റെ ഫോമുല എന്താണ്? IP ഡിവൈഡഡ് ബൈ IF എന്നാണ് ഫോമുല അല്ലേ. IP ബൈ IF. അതിനകത്ത് IP എങ്ങനെ കണ്ടുപിടിക്കുന്നത്? IP ഡയറക്റ്റ് ആണ്. WL മൈനസ് WP. ഇതെല്ലാം തന്നിട്ടുണ്ട് അല്ലേ ക്വസ്റ്റ്യനിൽ. WL എത്ര? 25%. പ്ലാസ്റ്റിക്കിൽ 15. അപ്പോൾ 25 മൈനസ് 15 10%. 10% ആണ്. അതുപോലെ IF തന്നിട്ടുണ്ടല്ലോ 10. അപ്പോൾ 10/12 ഡയറക്റ്റാണ്. 10/12 ചെയ്താൽ മതി, ഡയറക്റ്റ് ആൻസർ കിട്ടും. ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സോയിൽ സാമ്പിൾ ഹാവിങ് എ വോയിഡ് റേഷ്യോ ഓഫ് 1.3. അപ്പോൾ വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. വോയിഡ് റേഷ്യോ 1.3. വാട്ടർ കണ്ടൻറ്റ് ഓഫ് 50% ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 2.6. ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡ്രൈ ആണോ, വെറ്റ് ആണോ, സാച്ചുറേറ്റഡ് ആണോ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എസ് കണ്ടു. നോക്കി എന്തൊക്കെ തന്നിട്ടുണ്ട്. E തന്നിട്ടുണ്ട്, W തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും ഫേമസ് ഇക്വേഷനാണ് ES = WG. അപ്പോൾ ഇതിനകത്ത് എസ് തന്നിട്ടില്ല. എസ് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് ചെയ്താൽ നോക്കി. 1.3 × S ഈക്വൽ ടു 0.5 × 2.6. 2.6ൻ്റെ പകുതി 1.3. 1.3 വെട്ടിപ്പോയി. S = 1 എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫുള്ളി സാച്ചുറേറ്റഡ്. സോ ഡയറക്റ്റ് ഇറ്റ് വിൽ ബി ഫുള്ളി സാച്ചുറേറ്റഡ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. An oven-dried soil having mass of 200 gram is placed in a pycnometer, which is then completely filled with water. The total mass of the pycnometer with water and the soil inside is 16505. The pycnometer filled with water alone has a mass of 1480. What is the specific gravity? See, ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. പൈക്രോമീറ്റർ വെച്ച് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. W2 മൈനസ് W1 ഡിവൈഡഡ് ബൈ W4 മൈനസ് W3 പ്ലസ് W2 മൈനസ് W1. ജസ്റ്റ് പെട്ടെന്ന് റിവൈസ് ചെയ്യാം എന്താണിത് പറയുന്നതെന്നുള്ളത്. ഒന്ന് പൈക്രോമീറ്റർ മാത്രമുള്ള വെയിറ്റ് ആണ് W1. ഓക്കെ, അടുത്ത പൈക്രോമീറ്ററിനകത്ത് കുറച്ച് നിങ്ങൾ ഈ ഡ്രൈ സോയിൽ നിറച്ച് വെക്കുന്ന വെയിറ്റ് ആണ് W. അപ്പോൾ W2 മൈനസ് W1 എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ഡ്രൈ സോയിലിൻ്റെ വെയിറ്റാണ്. അത് ഓൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 200 gram. അപ്പോൾ നോക്കുക, W2 മൈനസ് W1 ആണ് ക്വസ്റ്റിന് തന്നേക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. 2, പിന്നെ അവർ വെള്ളം കൊണ്ട് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ തന്നെ വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ അപ്പം കിട്ടുന്നതാണ് W3. W3 തന്നിട്ടുണ്ടല്ലോ 1605. എന്നിട്ട് നോക്കിയത് പൈക്രോമീറ്റർ ഫിൽഡ് വിത്ത് വാട്ടർ എലോൺ. അതായത് നാലാമത്തെ ബൈ സ്റ്റാൻഡേർഡ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നവർ പഠിക്കേണ്ടതാണ്. ഇതിനകത്ത് നാലാമത്തെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രമേ ഉള്ളൂ. അതാണ് W4 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഇക്വേഷനും ഈ ഫിഗറും അറിയാവുന്നവർക്ക് ഇവർ തന്നേക്കുന്നത് ഡയറക്റ്റ്ലി ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഒൺലി തിങ് W2 മൈനസ് W1. W1 എന്ന് പറഞ്ഞാൽ പൈക്രോമീറ്ററിന് മാത്രമുള്ള വെയിറ്റാണ്. ഇവിടെ അത് തന്നിട്ടില്ല. പകരം എന്താ, ഇവർ ഓൾറെഡി ഈ W2 മൈനസ് W1 കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് 200. ആ ഒരു ചേഞ്ച് ഒന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുക അല്ലേ. ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ
ഇക്വേഷനകത്ത് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ചെയ്യാനല്ല, എങ്ങനെ ചെയ്യണമെന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈക്വൽ ടു W2 - W ഞാൻ പറഞ്ഞ പോലെ 200 ഗ്രാമാണ്. ഓക്കെ, W4 വെള്ളം എലോൺ ആയിട്ടല്ല 1480 നോക്കിയാൽ 1480 മൈനസ് W3 1605 പ്ലസ് നോക്കിയേ പ്ലസ് ഇവിടെയും W2 - W1. അപ്പോൾ അവിടെ സെപ്പറേറ്റ് ചെയ്യേണ്ട, അത് 200 ആയിട്ട് അങ്ങ് ഇട്ടാൽ മതി. കണ്ടോ, ഇതാണ് അപ്രോച്ച്. ഇതങ്ങ് സോൾവ് ചെയ്താൽ പോരെ, ഈസി, കഴിഞ്ഞു പരിപാടി, ഡയറക്റ്റ് വിൽ ഗെറ്റ് ദ ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ അതാണ്, കൺസെപ്റ്റ്സിലൂടെ അത് അപ്ലൈ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൻ അനാലിസിസ് ഓഫ് എ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സോയിൽ ഈസ് ഡയറക്റ്റ് D10 തന്നിട്ടുണ്ട്, D30 തന്നിട്ടുണ്ട്, D60 ഉണ്ട്. യൂണിഫോമിറ്റി കോയിഫിഷ്യൻ എന്തുവാ? CU D60 ഡിവൈഡഡ് ബൈ D10 അല്ലേ. D60 എത്ര? D60 0.72 ഡിവൈഡഡ് ബൈ D10 0.12 12 6 6 വട്ട് ഡയറക്റ്റ്. CU 6 ആണ് ഡയറക്റ്റ്. ഇത് ഡയറക്റ്റ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യേണ്ട ക്വസ്റ്റനാണ്. അടുത്ത സോയിൽ ഹാസ് എ ലിക്വിഡ് ലിമിറ്റ് ഓഫ് 35%. പ്ലാസ്റ്റിക് ഇൻഡെക്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് പ്ലാസ്റ്റിക് ലിമിറ്റ് കണ്ടുപിടിക്കണം. ഒന്നുമില്ല, IP = WL - WP. അപ്പോൾ ഇത് തന്നിട്ടുണ്ട്, പ്ലാസ്റ്റിക് ലിമിറ്റ് കണ്ടുപിടിച്ചോളൂ. ജസ്റ്റ് അതും ഡയറക്റ്റ് ആണ്, ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. നെക്സ്റ്റ്, ദ സർഫസ് ഓഫ് എ സാച്ചുറേറ്റഡ് ക്ലേ ഡെപ്പോസിറ്റ് ഈസ് ലൊക്കേറ്റഡ് പെർമനൻ്റ്ലി ബിലോ ദ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ. The clay has natural water content of 43% and specific gravity of 2.7. The vertical granular pressure at a depth of 11 meter, 11 മീറ്റർ താഴെ. അപ്പോൾ അത് നല്ലൊരു ക്വസ്റ്റൻ ആണ്. അതായത് കൺസെപ്ച്വൽ ക്വസ്റ്റൻ. നോക്കി, സർഫസ് ഓഫ് സാച്ചുറേറ്റഡ് ക്ലേ ഡെപ്പോസിറ്റ് ലൊക്കേറ്റഡ് പെർമനൻ്റ്ലി ബിലോ ദ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ. ഗ്രൗണ്ട് വാട്ടർ ടേബിളിനും താഴെയാണ്. നോക്കിയേ, അപ്പോൾ GWT ഇവിടെ ഉണ്ട്, അതിനും താഴെയാണ്. The clay has natural water content of 43% and specific gravity. The vertical granular pressure at a depth of 11 മീറ്റർ താഴെ. നോക്കിയേ, 11 മീറ്റർ താഴെ. ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് നിങ്ങൾക്കറിയാലോ, ഗ്രൗണ്ട് സർഫസിന് മേളിലാണ് വെള്ളമെങ്കിൽ, വെള്ളം മേളിലാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ എഫക്റ്റീവ് സ്ട്രെസ് 0 ആയ ഏതാ, ഗ്രൗണ്ട് ലെവലുള്ള എഫക്റ്റീവ് സ്ട്രെസ് 0, കാരണം അവിടെ വേറെ ആരും ഇല്ല. ടോട്ടൽ സ്ട്രെസ്സും പോർ വാട്ടർ പ്രഷറും സെയിം ആയതുകൊണ്ട് തന്നെ എഫക്റ്റീവ് സ്ട്രെസ് വിൽ ബി 0. അതുകൊണ്ട് തന്നെ പിന്നെ വെള്ളത്തിന് അടിയിലുള്ള സ്ട്രെസ്സ് നമ്മളെപ്പോഴും എങ്ങനെയാണ്, ഗാമാസെറ്റ് മൈനസ് ഗാമ ഡബിൾ, അതായത് ഗാമ സബ്ബാണ്. അപ്പം ഇത് അറിയാവുന്നവർക്ക് ഒറ്റ അടിക്ക് ആൻസർ അതെ, എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ഫോമുല ഗാമ സബ് ഇൻറ്റു 11 മീറ്റർ, ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഗാമ സബ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഡയറക്റ്റ്ലി ഗാമ സബ് കണ്ടുപിടിക്കുന്നത്? ഗാമ സബ് ഈസ് ഈക്വൽ ടു G-1 ഇൻറ്റു ഗാമ W ഡിവൈഡഡ് ബൈ 1 + E അല്ലേ. G തന്നിട്ടുണ്ട്, വാട്ടർ കണ്ടൻ്റ് ആണ് തന്നിരിക്കുന്നത്, E തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം ES = WG-യിൽ നിന്ന് E കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് 2 മാർക്കിൻ്റെ ചോദ്യം, 2 മാർക്സ് ക്വസ്റ്റിനാണ്, വലിയ ക്വസ്റ്റിനാണ്. അപ്പോൾ ഇത് സെക്കൻഡ് റൗണ്ടിലേ ചെയ്യാവും, ടൈം എടുക്കും. അപ്പോൾ ES WG-നകത്ത് E കണ്ടുപിടിച്ചിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തത്. അത് S എത്ര? S1 ആണ്, കാരണം വെള്ളത്തിനടിയില്ല, ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് E കണ്ടുപിടിച്ചിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഗാമ സബ് കണ്ടുപിടിച്ചിട്ട് ഗാമ സബ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, അപ്പം 2 മാർക്കിൻ്റെ ചോദ്യമാണ്. പക്ഷേ ഇത് ഏക്ക് വന്നാൽ രണ്ടാമത്തെ റൗണ്ടിൽ ചെയ്യാവും, ടൈം എടുക്കും. അപ്പം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് ആദ്യമേ മനസ്സിലാക്കി. ഒക്കെ 2 സ്റ്റെപ്പോ 2 or 3 സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് രണ്ടാമത്തെ റൗണ്ടിൽ ചെയ്യാവും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെൻ വാട്ടർ കണ്ടന്റ് ഇൻ എ സോയിൽ ഇസ് റെഡ്യൂസ്ഡ് ബിയോണ്ട് ദ ശ്രിങ്കേജ് ലിമിറ്റ്, ദ സോയിൽ വിൽ ബി. അപ്പോൾ ശ്രിങ്കേജ് ലിമിറ്റിൻ്റെ ചോദ്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ശ്രിങ്കേജ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, ലിക്വിഡ് ലിമിറ്റ്. ഇത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ഓപ്ഷൻ നോക്കി, സ്റ്റേറ്റ് ഏതെന്നാണ്. അതായത് ലിക്വിഡ് ലിമിറ്റിനെക്കാട്ടിൽ മുകളിലുള്ളത് ഏതാ, ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. പ്ലാസ്റ്റിക് ലിമിറ്റും ലിക്വിഡ് ലിമിറ്റിനും ഇടയ്ക്ക് ഏതാ, പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആണ്. ഇതേതാ, ഇത് സെമി സോളിഡ് ആണ്, ആൻഡ് ഇത് സോളിഡ് ആണ് അല്ലേ. ചോദ്യം നോക്കിയേ, വെൻ എ വാട്ടർ കണ്ടന്റ് ഇൻ എ സോയിൽ ഇസ് റെഡ്യൂസ്ഡ് ബിയോണ്ട് ദ ശ്രിങ്കേജ് ലിമിറ്റും താഴെയാണെങ്കിൽ അത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ്, അത് സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ. അപ്പോൾ സ്റ്റേറ്റും ലിമിറ്റും മാറിപ്പോകരുത്. സ്റ്റേറ്റ് ഇസ് എ കണ്ടീഷൻ, ലിമിറ്റ് ഇസ് എ വാട്ടർ കണ്ടന്റ്, ഏത് വാട്ടർ കണ്ടന്റ് ആണെന്നോ. ഓക്കെ, ശരി. നെക്സ്റ്റ്, എ കോസീവ് സോയിൽ വാസ് ടെസ്റ്റഡ് ഇൻ നാച്ചുറൽ സ്റ്റേറ്റ് ആൻഡ് റീമോൾഡഡ് ഇഫ് ദ. ഇപ്പം നാച്ചുറലും റീമോൾഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാം, പഠിച്ചവർക്കറിയാം. ചോദ്യം ആണ്ടേ സെൻസിറ്റിവിറ്റി ആണ് അല്ലേ. സെൻസിറ്റിവിറ്റിയുടെ ഫോമിൽ എന്തുവാ, രണ്ടും QU ആണ്, പക്ഷേ മേളിൽ എന്താണ്, അൺഡിസ്റ്റർബ്ഡ്, താഴെ നമ്മളതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു അല്ലെങ്കിൽ റീമോൾഡ് ചെയ്തു. ഇപ്പോൾ രണ്ടിൻ്റെയും സ്ട്രെങ്ത് അവർ തന്നിട്ടുണ്ടാവും.
ദ സോയിൽ ഇൻ ദ നാച്ചുറൽ സ്റ്റേറ്റ് 40 ആണ്, റീമോൾഡ് 20 ആണ്. 40 മുകളിൽ 20 താഴെ വെട്ടി പോകുമ്പോൾ 2 ആണ് സെൻസിറ്റിവിറ്റി വരുന്നത്. 2 ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിന് ഡയറക്റ്റ് ആണ്. എ ക്ലേ സാമ്പിൾ ഹാസ് എ വോയിഡ് റേഷ്യോ 0.54 ഇൻ ഡ്രൈ സ്റ്റേറ്റ്. ഡ്രൈ സ്റ്റേറ്റിലാണ് നോക്കിയത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ സോളിഡ്സ് ഇസ് 2.7. വാട്ട് ഇസ് എ ഷ്രിങ്കേജ് ലിമിറ്റ്? ഷ്രിങ്കേജ് ലിമിറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഡ്രൈ ആയിട്ടിരിക്കുന്ന സോയിൽ ആദ്യമായിട്ട് ഫുള്ളി സാച്ചുറേറ്റഡ് ആവുന്ന വാട്ടർ കണ്ടൻ്റ് ആണ് ഷ്രിങ്കേജ് ലിമിറ്റ് അല്ലേ. വേറെ ഒന്നും ഡാറ്റയിൽ തന്നിട്ടില്ല. നോക്കി, വോയിഡ് റേഷ്യോ സ്പെസിഫിക് ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനെ ഒരു ഇപ്പോൾ നമുക്ക് ഒരു ട്രെൻഡ് ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തല്ലോ. അപ്പം എപ്പോഴും നിങ്ങളുടെ ആദ്യത്തെ മനസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതായിരിക്കും മിക്ക ക്വസ്റ്റ്യനും. കാരണം നോക്കി, വോയിഡ് റേഷ്യോവും സ്പെസിഫിക് തന്നാൽ പിന്നെ 2 പേര്, അതിൽ ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആളെ കണ്ടുപിടിക്കാൻ പറ്റും, ഒരു അണ്ണുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിയർ ആണ്. നോക്കി, ഷ്രിങ്കേജ് ലിമിറ്റിൻ്റെ കൺസെപ്റ്റ്, ഇതൊരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം ആണെങ്കിൽ പോലും കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഷ്രിങ്കേജ് ലിമിറ്റ് ഇസ് എ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഫുൾ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ S1 ആണ് ഈ കേസിൽ. നോക്കി, S1 ആണ്. ഈ തന്നിട്ടുണ്ട്, G തന്നിട്ടുണ്ട്. S1 ആണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദ വാട്ടർ കണ്ടന്റ് വിച്ച് ഇസ് ദ ഷ്രിങ്കേജ് ലിമിറ്റ്. കൺസെപ്റ്റ് ഓക്കെ ആണോ? മനസ്സിലാക്കുക, ഷ്രിങ്കേജ് ലിമിറ്റ് ആദ്യത്തെ പോയിന്റ് ഓഫ് സാച്ചുറേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു കൺസെപ്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, S1 ആണ് അസ്യൂം ചെയ്യുക, അവിടെ നിന്ന് W കണ്ടുപിടിക്കുക. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. According to the particle size distribution curve, if the value of coefficient of curvature is greater than 6, നോക്കിയോണേ, CU greater than 6 ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് കോയിഫിഷ്യൻ കർവേച്ചർ ഇസ് ബിറ്റ്വീൻ 1 and 3. 1 and 3 ഇത് പഠിച്ചവർക്ക് ഈസിയാണ് ഏത് സോയിലാണെന്നാണ്. അപ്പം ബിറ്റ്വീൻ 1 and 3 ഇത് വെൽ ഗ്രേഡഡ് സോയിലാണ്. പക്ഷേ ഇത് വെൽ ഗ്രേഡഡ് സാൻഡ് ആണോ ഗ്രാവൽ ആണോ എന്ന് എങ്ങനെയാണ് പറയുന്നത്? CU greater than 6 ആണെങ്കിൽ അത് വെൽ ഗ്രേഡഡ് സാൻഡ് ആണ്. CU greater than 4 ആണെങ്കിൽ, CU greater than 4 ആണെങ്കിൽ അത് വെൽ ഗ്രേഡഡ് ഗ്രാവലാണ് അല്ലേ, GW. അപ്പോൾ ഇവിടെ ക്ലിയർലി പറയുന്നത് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 6 ആണ്. സോ ഇറ്റ് ഇസ് SW. അതായത് വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള സാൻഡ് ആണ്, വെൽ ഗ്രേഡഡ് സാൻഡ് ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. ഇൻ എ സോയിൽ സാമ്പിൾ 70% ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ പാസിംഗ് ത്രൂ 4.75 mm. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. 40% ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ പാസിംഗ് ത്രൂ 75 micron sieve. Its uniformity coefficient is 8 and coefficient of curvature is 2 as per IS classification. ഏത് സോയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് നോക്കാം, അതിൻ്റെ അപ്രോച്ച് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സീവ് 4.75 mm സീവ് ആയിരിക്കും, അടുത്തത് 75 micron സീവ് ആയിരിക്കും. ആലോചിച്ചേ, 4.75 mm സീവിൽ റീറ്റെയിൻ ചെയ്യുന്ന സോയിൽ ഏതാ? ഗ്രാവലാണ് അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഗ്രാവലാണ്. അത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? നോക്കി, പിന്നെ സോയിൽ സാമ്പിൾ 70% ആർ പാസിംഗ് ത്രൂ 4.75 70% പാസ് ചെയ്താൽ അവിടെ റീറ്റെയിൻ ചെയ്യുന്ന എത്ര? 30% അല്ലേ. ഇനി നോ, ഇതാണ് ട്വിസ്റ്റ്. 70% ഓഫ് ദ പാർട്ടിക്കിൾസ് പാസ്സായി. നെക്സ്റ്റ് അതിലെ 40% ഏതാ? 70-ലെ 40. അതായത് ആകെ 28 മാത്രമേ, അതായത് 70% ഓഫ് 40% അല്ലേ, 70 ഓഫ് 40, അതായത് ഏകദേശം 28% മാത്രമേ ഇതിലൂടെ പാസ്സാവുന്നുള്ളൂ. അപ്പോൾ റീറ്റെയിൻ ആവുന്ന എത്ര? 70%-ൻ്റെ 60% അവിടെ റീറ്റെയിൻ ആണ്, അതായത് 42%. അതായത് 75-ൽ റീറ്റെയിൻ ആവുന്ന ആരാ? സാൻഡാ അല്ലേ, സാൻഡാണ് അവിടെ റീറ്റെയിൻ ആവുന്നത്. ഇറ്റ്സ് എ സാൻഡ് ബേസിക്കലി, ഇറ്റ്സ് എ സാൻഡ് ബേസിക്കലി. നെക്സ്റ്റ് അപ്പോൾ ഒരു ചോദ്യം വരും, സർ നമ്മൾ ക്യുമുലേറ്റീവ് പെർസെൻറ്റ്, സെയിം ക്വസ്റ്റ്യൻ ക്യുമുലേറ്റീവ്, ഞാൻ ഇവിടെ എഴുതാമല്ലോ, കാണുമല്ലോ. യെസ്, നോക്കിയേ, സെയിം ക്വസ്റ്റ്യൻ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ആണ് എങ്കിൽ ആൻസർ മാറും കേട്ടോ. ക്യുമുലേറ്റീവ് പെർസെൻറ്റ് ആദ്യത്തെ സെയിം തന്നെയാണ്, 30% റീറ്റെയിൻഡ് ആണത്, ഗ്രാവലാണ്. അടുത്തത് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് പാസിങ് 40 എന്ന് പറഞ്ഞാൽ 70-ൻ്റെ 40 അല്ല, ടോട്ടലി 40 ആണ്. നോക്കി, 70 ഇതിലൂടെ പാസ്സായി, അതുപോലെ 40 ഇതിലൂടെ പാസ്സായി. അപ്പോൾ 70-ലെ 40 അല്ല, 70 പാസ്സായി പോയി, അതിലെ 40 പാസ്സായി. അപ്പോൾ ബാക്കി ഇവിടെ 30% ആണ് സാൻഡ് വരുന്നത്. ആൻഡ് ഇങ്ങനെ ടൈ വന്നാൽ പാർട്ടിക്കിൾ സൈസ് ഏതാണോ വലുത് അതാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൽ ഗ്രാവലായിരിക്കും ആൻസർ. നോക്കിയോണം, ജസ്റ്റ് ഒരു വാക്ക് മാറ്റി, അതായത് പെർസെൻറ്റേജ് പാർട്ടിക്കിൾസ് എന്ന് മാറ്റിയിട്ട് ക്യുമുലേറ്റീവ് പാസിങ് ആക്കിയാൽ സെയിം ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് പാർട്ടിക്കിൾസ് എന്നാണ്, അല്ലാതെ പെർസെൻറ്റേജ് പാസിങ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് പാസിങ് എന്നല്ല. സോ അതുകൊണ്ടാണ് ഈ അപ്രോച്ച്. നോക്കി, ആ പെർസെൻറ്റേജ് അപ്രോച്ച് ഒന്ന് കമ്പയർ ചെയ്യുക. ഇവിടെ ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട് പാർട്ടിക്കിൾസ് എത്ര
പാസ്സായ പാർട്ടിക്കിൾസിൻ്റെ എത്ര ശതമാനം എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ സാൻഡ് ആണെന്ന് ഉറപ്പിച്ചു, എന്നാൽ ഫൈനൽ ആൻസർ അപ്പോഴും എത്തിയിട്ടില്ല. കാരണം അത് ഉണ്ട് വെൽ ഗ്രേഡഡ് സാൻഡ് ആണോ പൂർലി ഗ്രേഡഡ് സാൻഡ് ആണോ എന്ന് അറിയണ്ടേ. അതിന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, CU ഗ്രേറ്റർ ദാൻ 6 ആണെങ്കിൽ അല്ലാണ്ട് 8 ആണ്, അത് വെൽ ഗ്രേഡഡ് ആണ്. ഓൾസോ 1-നും 3-നും ഇടയ്ക്കായിരിക്കും, അല്ലാണ്ട് 2 ആണ്. സോ ഇത് വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള സാൻഡ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം വീണ്ടും പറയുന്നു, ഈ പെർസെൻറ്റേജ് ഓഫ് പാർട്ടിക്കിൾസ് മാറ്റിയിട്ട്, അതായത് 70% ഓഫ് പാർട്ടിക്കിൾസ് എന്ന് മാറ്റിയിട്ട് 70% ക്യുമുലേറ്റീവ് പാസിംഗ് എന്നൊരു വാക്ക്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് പാസിംഗ്, ടോട്ടൽ പെർസെൻറ്റേജ് പാസിംഗ്, അങ്ങനെയൊക്കെ വാക്കുകളുണ്ടെങ്കിൽ രണ്ടാമത്തെ അപ്രോച്ച് വേണം സെലക്ട് ചെയ്യാൻ. പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, പാർട്ടിക്കിൾസ് ഗ്രെയിൻ ബൈ ഗ്രെയിൻ പറഞ്ഞുകൊണ്ടാണ് ഈ ആദ്യത്തെ അപ്രോച്ച് നമ്മൾ ചെയ്തത്. നല്ല ക്വസ്റ്റ്യനാണ് ഇത്, ഓൾറെഡി വന്നിട്ടുള്ള അതർ സ്റ്റേറ്റ് എക്സാമാണ്, എടുത്ത ക്വസ്റ്റ്യനാണ്. ഓക്കെ, ശരി, അടുത്തത്. ഇഫ് ദ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് ദ പ്ലാസ്റ്റിക് ലിമിറ്റ് ഓഫ് ദ ഫൈൻ ഗ്രെയിൻ സോയിൽ ആർ ഫൗണ്ട് ടു ബി 44 and 21, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സോയിൽ ബേസ്ഡ് ഓൺ യൂണിഫൈഡ് സോയിൽ. അത് യൂണിഫൈഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ നമ്മുടെ പരിപാടിയെല്ലാം ഏകദേശം സെയിം തന്നെയാണ്, IS ക്ലാസിഫിക്കേഷനും ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ നമ്മുടെ IS ക്ലാസിഫിക്കേഷനാണ് നമുക്ക് പലപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ നോക്കി, നമ്മുടെ ഫൈൻ ഗ്രെയിൻ സോയിൽസ് 44 and 21. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യൻ ക്ലാസിഫിക്കേഷൻ പഠിച്ചവർക്കറിയാം, സോറി ഇതല്ലല്ലോ നമ്മുടെ, അതായത് ഇങ്ങനെയാണ് ഗ്രാഫ് അല്ലേ, ഇങ്ങനെയാണ് ഗ്രാഫ്, IP യുടെ ലൈൻ, പിന്നെ 35-ൻ്റെയും 50-യുടെയും ലൈൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ചവർക്കറിയാം, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി. ഓക്കെ, സോ ആദ്യം നിങ്ങൾ നോക്കണം, ഇപ്പം ഫൈൻ ഗ്രെയിൻഡിൻ്റെ 44 and 21 ആണ്, അതായത് ലിക്വിഡ് ലിമിറ്റ് 44-ഉം പ്ലാസ്റ്റിക് ലിമിറ്റ് 21 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം നോക്കേണ്ടത് ലിക്വിഡ് ലിമിറ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ ലിക്വിഡ് ലിമിറ്റ് ആണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് പഠിച്ചവർക്കറിയാം 35 താഴെയാണ് ലോ കംപ്രസിബിൾ ആണ്, 35-നും 50-നും ഇടയ്ക്കാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കംപ്രസിബിൾ ആണ്, 50-ന് മുകളിലാണെങ്കിൽ ഹൈലി കംപ്രസിബിൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 35-നും 50-നും ഇടയ്ക്കാണ് ലിക്വിഡ് ലിമിറ്റ് ഇരിക്കുന്നത്. സോ വി നോ ദാറ്റ് ഇറ്റ് വിൽ ബി ഇൻ്റർമീഡിയറ്റ് കംപ്രസിബിൾ. ഓക്കെ, ഇനിയിപ്പോൾ ചോദ്യം ക്ലേ ആണോ സിൽറ്റ് ആണോ എന്നുള്ളത്. ക്ലേ ഇതിന് മുകളിൽ, ഈ IP ലൈനിൻ്റെ മുകളിൽ കിടക്കണം. IP ലൈൻ്റെ ഇക്വേഷൻ അപ്പോൾ അടുത്ത് എഴുതാം. IP ലൈൻ്റെ ഇക്വേഷൻ എന്തുവാണ്? IP = 0.73 × WL - 20. അപ്പോൾ ഇവിടെ 0.73 × WL ആണ് എത്ര? 44 - 20. അപ്പോൾ 0.73 × 24. ഓക്കെ, നിങ്ങൾ പലപ്പോഴും ഇത് ചെയ്യാൻ പാടായിരിക്കും. നിങ്ങൾ ആലോചിക്കുക, 0.75 എന്ന് പറഞ്ഞാൽ എത്ര? 0.75 അപ്രോക്സിമേറ്റ്ലി 3/4, 3/4. അപ്പോൾ അത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. 4 6 are 18. only thing നിങ്ങൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആൻസർ ഒരു പൊടിക്ക് കുറവായിരിക്കും. അപ്പം 17 point something ആയിരിക്കും IP വാല്യൂ. ഒറിജിനൽ IP വാല്യൂ നോക്കിയേ, ആ ഒറിജിനൽ IP വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? IP = 44 - 21. എത്ര വരും? 23 വരും അല്ലേ, 23. നോക്കി, അപ്പോൾ സോയിലിൻ്റെ IP വാല്യൂ A ലൈൻ്റെ കാട്ടിൽ കൂടുതലാണ്, അപ്പോൾ അത് ക്ലേ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ B ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ രണ്ട് അപ്രോച്ച് നോക്കുക. ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അപ്രോച്ചും കൂടെ നിങ്ങൾ നോക്കി വെച്ചേക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് ഡാറ്റ ആർ ഒബ്റ്റെയിൻഡ് ഫ്രം പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ D10, D30, D60 തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ ഇതും ഡയറക്റ്റ് ആണല്ലോ. D30² ഡിവൈഡഡ് ബൈ D60 × D10. ഓക്കെ, D30² അതായത് 0.5² ഡിവൈഡഡ് ബൈ D60 15 × 0.2. ഓക്കെ, ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് എവർ ഇസ് ഗിവൺ ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി, ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അടുത്തത്, സോയിൽ സാമ്പിൾ സബ്ജക്റ്റ് ടു എ ലബോറട്ടറി സീവ് അനാലിസിസ് യൂറിങ് എ കംപ്ലീറ്റ്. വീണ്ടും സീവ് അനാലിസിസ് ചോദ്യമാണ്. ഔട്ട് ഓഫ് 3 kilogram 3000 gram യൂസ് ഇൻ ദ ടെസ്റ്റ്, 1200 gram വാസ് റീറ്റെയിൻഡ് ഓൺ IS 600 micron. പിന്നെ 1500 gram വാസ് റീറ്റെയിൻഡ് ഓൺ 500 micron ആൻഡ് ദ റിമൈനിങ് 300 വാസ് റീറ്റെയിൻഡ് ഓൺ IS 425. യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, ഇത് റിപ്പീറ്റ് പാറ്റേൺ ആണ്. യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് പറഞ്ഞാൽ എന്താണ്? D60 ഡിവൈഡ് ബൈ D10, അതായത് 60% ക്യുമുലേറ്റീവ് പാസിംഗ് ഡിവൈഡഡ് ബൈ 10% ക്യുമുലേറ്റീവ് പാസിംഗിലെ പാർട്ടിക്കിൾ സൈസ് ആണ് D എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതെല്ലാം റീറ്റെയിൻഡ് തന്നേക്കുന്നത്, ഇതിനെല്ലാം ക്യുമുലേറ്റീവ് പേഴ്സണിലോട്ട് മാറ്റണം അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇതൊക്കെല്ലാം ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം നമുക്ക് എങ്ങനെ ആദ്യം, അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യാം. എങ്ങനെയാണ് ആ ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മൾ സീവ് സൈസ്, വെയിറ്റ് റീറ്റെയിൻഡ്, പിന്നെ ക്യുമുലേറ്റീവ് വെയിറ്റ് റീറ്റെയിൻഡ്. കണ്ടുപിടിച്ച പിന്നെ എളുപ്പം പെർസെൻറ്റേജ് പാസിംഗ് ക്യുമുലേറ്റീവ് ഫൈനസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 100 - ക്യുമുലേറ്റീവ് വെയിറ്റ് റീറ്റെയിൻഡ് ചെയ്താൽ മതി.
ഓക്കെ. ഫോർ എക്സാമ്പിൾ സീവ് സൈസ് ഫസ്റ്റ് വൺ പറഞ്ഞേ IS 600 മൈക്രോൺ. 600 മൈക്രോണിൽ റീറ്റെയിൻ ചെയ്ത് എത്ര? 1200 ഗ്രാമാണ്. ഓക്കെ. നെക്സ്റ്റ് 500 മൈക്രോണിൽ 500 മൈക്രോണിൽ എത്രയാണ് റീറ്റെയിൻ ചെയ്തേക്കുന്നത്? 1500 ഗ്രാം. 1500 ഗ്രാം. പിന്നെ അടുത്ത മൂന്നാമത്തെ എത്ര? 425 മൈക്രോൺ. 425 മൈക്രോണിൽ 300 ഗ്രാമാണ് റീറ്റെയിൻ. ഓക്കെ. പെർസെൻറ്റേജ് ഇത് വെയിറ്റ് റീറ്റേൺ ആണ്. ക്യുമുലേറ്റീവ് വെയിറ്റ് റീറ്റേൺ ഞാൻ പെർസെൻറ്റേജിലും കൂടെ ആക്കണം കേട്ടോ. പെർസെൻറ്റേജിൽ ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. അതായത് 1200 ഡിവൈഡഡ് ബൈ 1200 ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ എത്ര? 3000 ആണ്. അപ്പം 4 6 ബൈ 15 3 2s are 3 5s are. അപ്പം 40% റീറ്റേൺഡ് ആണ്. 40%. ഇത് 1500 ബൈ 3000 എന്ന് പറഞ്ഞാൽ 50% ആണ്. ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ 40 + 50 90% വരും. പിന്നെ ഇത് 300 10%. അപ്പോൾ 90 + 10 100% ആണ് റീറ്റെയിൻ. ഇനി ക്യുമുലേറ്റീവ് പാസിംഗ് ഇത് ഡയറക്റ്റ്ലി ആയതുകൊണ്ടാണ് ഇവിടെ തന്നെ ഒരു കോളം കൂടെ വേണം പെർസെൻറ്റേജ് വെയിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡയറക്റ്റ്ലി അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. അടുത്തത് പെർസെൻറ്റേജ് പാസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? 100-ൽ നിന്ന് 40 കുറയ്ക്കണം. അപ്പം 60%, 100-ൽ നിന്ന് 90 10%, 100-ൽ നിന്ന് 100 0. ഇതാണ് D60. നോക്കിയേ 60% ക്യുമുലേറ്റീവ് ഇതിൻ്റെ കറസ്പോണ്ടിങ് പാർട്ടിക്കിൾ. ദിസ് ഇസ് ദ D60. അതുപോലെ D10 നോക്കി. D10 കറസ്പോണ്ടിങ് ഇതാണ് D10. അപ്പോൾ D60 ഡിവൈഡ് ബൈ D10 എത്ര? ഒന്നുമില്ല, 600/500. അത് 6/5, അതായത് 1.2 ആണ് ആൻസർ. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ടേബിൾ ഒന്ന് റിവിഷൻ ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തത്. ഓക്കെ. ശരി. അടുത്ത് ഗ്രൂപ്പ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഗ്രൂപ്പ് ഇൻഡെക്സ്. അപ്പോൾ ഗ്രൂപ്പ് ഇൻഡെക്സിൻ്റെ കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഇൻഡെക്സ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഗ്രൂപ്പ് ഇൻഡെക്സ് ഒരു വലിയ ഫോമുല കേട്ടോ. അപ്പോൾ അതിങ്ങനെ നിങ്ങൾ പഠിച്ചാൽ മതി. 2 5 1. ഓക്കെ. എന്നിട്ട് സീറോസ് ഇട്ട് കൊടുക്കണം. 0.2 0.05 0.001. ഓക്കെ. നമ്പറല്ലായി. ഇനി ലെറ്റേഴ്സ് ഉണ്ട്. ലെറ്റേഴ്സ് ABC കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ABC. ഓക്കെ. ABC പിന്നെ D അല്ലേ അടുത്തത്? DA. ഓക്കെ. ഞാൻ ഒന്ന് സൂം ചെയ്യാം. കാണാൻ പറ്റുന്നു നോക്കി. ഓക്കെ ആണോ? യെസ്. ഓക്കെ. 251 ഡെസിമൽ പ്ലേസ് 0.0 0.00. പിന്നെ ABC DA. ABC DA ലൂപ്പ് പോലെ. ഓക്കെ. ഇനി എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. അതായത് എ ഫസ്റ്റ് വൺ. എ എന്ന് പറഞ്ഞാൽ നോക്കിയോണേ. എ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ്, അതായത് 75 മൈക്രോണിൽ പാസ് ചെയ്യുന്ന എത്ര ശതമാനമാണ് നമ്മുടെ നോട്ട് എക്സീഡിങ്. പെർസെൻറ്റേജ് പാസിങ് 75 മൈക്രോൺ, നോട്ട് എക്സീഡിങ് 35%. ഇതിൻ്റെ റേഞ്ചും പഠിച്ചു വെക്കണം. 0 to 40 ആണ് റേഞ്ച്. അപ്പോൾ പെർസെൻറ്റേജ് പാസിങ് 75 മൈക്രോൺ എത്ര നോക്കി? 35% അല്ലേ? അപ്പോൾ 35 - 35 0 ആണ്. അപ്പോൾ എൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അതങ്ങ് പോയി. അടുത്ത ബി ഇതുപോലെ പെർസെൻറ്റേജ് പാസിങ് 75 മൈക്രോൺ. ഇത് 75 മൈക്രോൺ ആണ്. -15% ആണ്. അപ്പോൾ അടുത്തത് എത്ര? 35 - 15 20 വരും ആൻസർ. ഇതിൻ്റെയും വാല്യൂ ബീൻ്റെ വാല്യൂ പഠിക്കുക 0 to 40. അപ്പോൾ ബി എനിക്ക് 20 കിട്ടിയേ. നെക്സ്റ്റ് സി. സി എന്ന് പറഞ്ഞാൽ WL - 40 ആണ്. ഇത് പഠിക്കണം. WL - 40 WL 40. അപ്പോൾ 40 - 40 സി 0 ആണ്. സീൻ്റെ റേഞ്ച് 0 to 20 ആണ്. അടുത്ത ഡി IP -10 ആണ്. IP എത്ര? IP 10 ആണ്. അപ്പോൾ 10 - 10. അപ്പോൾ ഇതെല്ലാം വെട്ടിപ്പോകാൻ വേണ്ടിയിട്ട് അവർ തന്നേക്കുന്നത്. IPയുടെ റേഞ്ച് പഠിക്കുക, ഡീൻ്റെ റേഞ്ച് പഠിക്കുക 0 to 20 ആണ്. ഇതെല്ലാം പോയി. അതായത് ബി മാത്രമേ ഉള്ളൂ. ബി മാത്രം വന്നിട്ട് കാര്യമില്ല. കാരണം ബാക്കിയുള്ള എല്ലാം 0 ആയതുകൊണ്ട് ആൻസർ വിൽ ബി 0. അപ്പോൾ 0 ആണ് ആൻസർ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഫോമുല പഠിക്കുക, എന്നിട്ട് ABCD എന്താണെന്ന് പഠിക്കണം. എ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് പാസിങ് 75 മൈക്രോൺ -35% ആണ്. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് പാസിങ് 75 മൈക്രോൺ -15 ആണ്. ഒന്നുമില്ല, 35 മാറ്റിയിട്ട് 15 ആക്കിയാൽ മതി. അടുത്ത് സി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ലിക്വിഡ് ലിമിറ്റ് -40 ആണ്. അതുപോലെ നമ്മുടെ ഡി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് -20 ആണ്. -10 ആണ്. സോ ഇതൊന്ന് കാണാൻ പഠിക്കുക. ഇവിടെ ഡിൻ്റെയും സിൻ്റെ റേഞ്ച് 0 മുതൽ 20 ആണെങ്കിൽ എൻ്റെയും ബീൻ്റെ റേഞ്ച് 0 മുതൽ 40. കാരണം റേഞ്ച് പഠിച്ചില്ലെങ്കിലേ നമുക്ക് കിട്ടിയ ആൻസർ റേഞ്ചിന് ഇപ്പം ഫോർ എക്സാമ്പിൾ 42 കിട്ടിയെന്ന് വെച്ചോ. ഇവിടെ 40 അലൗഡ് ഉള്ളൂ. അപ്പോൾ 40 എടുക്കാവൂ. ഓൾസോ മൈനസ് വാല്യൂ ഒന്നും അലൗഡ് അല്ല, അത് 0 എടുക്കണം. അപ്പോൾ ഈ റേഞ്ചും കൂടെ പഠിച്ചാലേ ഈ ക്വസ്റ്റ്യൻ വേറൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകത്തുള്ളൂ. ഓക്കെ. ഐ ഹോപ്പ് അപ്പം ഈ ഒരു ഗ്രൂപ്പ് ഇൻഡെക്സും നിങ്ങൾ റിവിഷൻ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് ദ സോയിൽ വിച്ച് പ്ലോട്ട്
എബോവ് ദ എ ലൈൻ. ഏതാ എ ലൈൻ്റെ മുകളിൽ ഏതാ? ക്ലേ അല്ലേ, ഡയറക്റ്റ് ആണ്, അതിനകത്തൊന്നും സമയം കളയണ്ട. കോബിൾസിൻ്റെ സൈസ് റേഞ്ചാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നത് ആദ്യം നമുക്ക് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഗ്രാവൽ നമ്മൾ റീറ്റെയിനിങ് ഓൺ 4.75 to 80 mm ആണ് ഗ്രാവൽ വരുന്നത്. ഓക്കെ, അടുത്തതാണ് 80 to 300 mm, അതാണ് ഈ കോബിൾ എന്ന് പറഞ്ഞാൽ. ഇനി 300-ന് മുകളിലും ഉണ്ട് കേട്ടോ. 300 mm മുകളിലാണ് ബോൾഡേഴ്സ്. അപ്പം ഇവിടെ കോബിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 80 മുതൽ 300 mm വരെ ഉള്ള പാർട്ടിക്കിൾസിനാണ് നമ്മൾ കോബിൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നല്ലൊരു പോയിന്റ് ആണല്ലോ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. 4.75 to 75 മൈക്രോൺ സാൻഡ് ആണ്, 75 മൈക്രോൺ to 2 മൈക്രോൺ സിൽറ്റ് ആണ്, 2 മൈക്രോണേക്കാട്ടിൽ താഴെ വരുന്നതാണ് ക്ലേ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് സെലക്ട് ദ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് സോയിൽ. ഏതാണ് തെറ്റ് എന്നുള്ളതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷനകത്ത്. നോക്കി, ദ ഫൈൻ ഗ്രെയിൻ സോയിൽസ് ഇൻ ISC ആർ സബ്ഡിവിഡഡ് ഇൻടു 3. ഫൈൻ ഗ്രെയിൻ 3 എണ്ണം ഉണ്ടോ? അതായത് ഫൈൻ ഗ്രെയിൻ ആരൊക്കെ ഉണ്ട്? ക്ലേ ഉണ്ട്, സിൽറ്റ് ഉണ്ട്, ഓർഗാനിക് സോയിൽ ഉണ്ട്. അപ്പോൾ കറക്റ്റാണ്, 3 കാറ്റഗറി. ബ്ലാക്ക് കോട്ടൺ സോയിൽ ഓഫ് ഇന്ത്യ ലൈക്ക് പാർട്ട്ലി എബോവ് എ ലൈൻ ആൻഡ് പാർട്ട്ലി ബിലോ എ ലൈൻ. അപ്പോൾ ക്ലേ ആണ് കൂടുതലെങ്കിലും അതിനകത്ത് ചിലപ്പോൾ കുറച്ച് സിൽറ്റൊക്കെ വരാവുന്നതുകൊണ്ട് തന്നെ അത് എ ലൈൻ്റെ മുകളിലും താഴെയൊക്കെ കാണാം. ഓക്കെ, അതും കറക്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. സോയിൽസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 3 ഡിവിഷൻസ് ആസ് കോഴ്സ് ഗ്രെയിൻ, ഫൈൻ ഗ്രെയിൻ, ഹൈലി. കറക്റ്റ് അല്ലേ? ബ്രോഡ്ലി, അതായത് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ കോഴ്സ് ഗ്രെയിൻഡ്, ഫൈൻ ഗ്രെയിൻഡ്, ഹൈലി ഓർഗാനിക് അല്ല, ഹൈലി ഓർഗാനിക്, പീറ്റ് ഫോർ എക്സാമ്പിൾ, പീറ്റ് കറക്റ്റാണ്. അടുത്ത, ഇൻ കേസ് ഓഫ് കോഴ്സ് ഗ്രെയിൻഡ് ഇഫ് ഫൈൻസ് ആർ മോർ ദാൻ 12%, ബോർഡർ ലൈൻ കേസസ്, അതായത് ഡ്യുവൽ സിമ്പിൾ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഡ്യുവൽ സിമ്പിൾ. ഓക്കെ, അത് കോഴ്സ് ഗ്രെയിൻഡ് തന്നെ 3 കേസുണ്ട്. പെർസെൻറ്റേജ് ഫൈൻസ് 5% കുറവാണെങ്കിൽ ഒരു കേസ്, 5-നും 12-നും ഇടയ്ക്കാണെങ്കിൽ ഒരു കേസ്, ഗ്രേറ്റർ ദാൻ 12% ആണെങ്കിൽ ഒരു കേസ്. ഈ 5%-നേക്കാട്ടിൽ കുറവാണെങ്കിൽ എന്തുവാ കേസ്? അവിടെ നിങ്ങൾ ഗ്രേഡേഷൻ മാത്രം നോക്കിയാൽ മതി. അത് പോർലി ഗ്രേഡഡ് ആണോ, വെൽ ഗ്രേഡഡ് ആണോ, ഗ്രേഡേഷൻ മാത്രമേ നോക്കത്തുള്ളൂ. ഗ്രേറ്റർ ദാൻ 12% ആണെങ്കിലോ അവിടെ ഫൈൻ ഗ്രെയിൻസ്, അവിടെ ക്ലേ ഗ്രാവലാണോ, സിൽറ്റി ഗ്രാവലാണോ, അത് മാത്രം നോക്കാൻ പാടുള്ളൂ. എന്നാൽ ഡ്യുവൽ സിമ്പിൾ വരുന്ന എപ്പോഴാണ്? പെർസെൻറ്റേജ് ഫൈനസ് 5-നും 12-നും ഇടയ്ക്ക് വരുമ്പോഴാണ് ഡ്യുവൽ സിമ്പിൾ. ഇതൊക്കെ സോയിൽ ക്ലാസിഫിക്കേഷനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. സോ ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇത് തെറ്റാണ് കേട്ടോ. ഇവർ പറഞ്ഞത് എന്താണ്? മോർ ദാൻ 12% വരുമ്പോഴാണ് ഡ്യുവൽ സിമ്പിൾ. അങ്ങനെ അല്ല. മോർ ദാൻ 12% വരുമ്പോൾ എന്താണ്? അവിടെ പെർസെൻറ്റേജ് ഫൈൻസ് ആണ് നോക്കുന്നത്. അതായത് ഫൈൻ ഗ്രെയിൻഡ് ഏതാണ്, സിൽറ്റ് ആണോ ക്ലേ ആണോ നോക്കേണ്ടതെന്നുള്ളതാണ് നമ്മളവിടെ ചെക്ക് ചെയ്യേണ്ടത്. 5 to 12, 5-നും 12-നും ഇടയ്ക്ക് വരുമ്പോഴാണ് വി ആർ യൂസിങ് ഡ്യുവൽ സിമ്പിൾസ്. ഓക്കെ ആണോ? അപ്പോൾ ആ ചാപ്റ്റർ പഠിക്കാത്തവർ അതൊന്നും പോയി നോക്കണം. നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ടു പ്രൊവൈഡ് സേഫ്റ്റി അഗൈൻസ്റ്റ് പൈപ്പിംഗ് ഫെയിലിയർ വിത്ത് എ ഫാക്ടർ ഓഫ് സേഫ്റ്റി 5, വാട്ട് ഷുഡ് ബി ദ മാക്സിമം പെർമിസിബിൾ എക്സിറ്റ് ഗ്രേഡിയൻറ്റ്? നിങ്ങൾക്കറിയാം പൈപ്പിംഗ് ഫെയിലിയറിന് തുടക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് വിച്ച് ഇസ് G-1 ഡിവൈഡ് ബൈ 1 + E. ഇതാണ് ഡേഞ്ചറസ് ആയിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഒരു ഡേഞ്ചർ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇത്രേ ഉള്ളൂ, 2 സ്റ്റെപ്പ്. നോക്കി, G-1 തന്നിട്ടുണ്ടോ? സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്. പോറോസിറ്റിയാണ് തന്നിരിക്കുന്നത്. പോറോസിറ്റിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. G-1 ഡിവൈഡ് ബൈ 1 + E പകരം 1 - E എന്ന് കിട്ടാലും മതി. അല്ലെങ്കിൽ എന്തോ പോറോസിറ്റി എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഐസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്. കാരണം എന്താ? പൈപ്പിംഗ് ഫെയിലിനെതിരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ മാക്സിമം ഹൈറ്റ് ഓഫ് കാപ്പിലറി ഫ്രിഞ്ച് ഇൻ എ സോയിൽ വിത്ത് വോയിഡ് റേഷ്യോ ഓഫ് 0.5, എഫക്റ്റീവ് സൈസ് 0.015, C = കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കാപ്പിലറി ഫ്രിഞ്ചിൻ്റെ, കാപ്പിലറി റൈസിൻ്റെ ഫോമുല അറിയണം അല്ലേ? ഹൈറ്റ് നമ്മളവിടെ പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ E × D10 ആണ്. ഉള്ളി തിങ് ഇത് എംപിരിക്കൽ ഫോമുലയാണ്. യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ സെൻറ്റിമീറ്റർ. ഇതെല്ലാം സെൻറ്റിമീറ്റർ ആയിരിക്കണം. ആൻസറും നിങ്ങൾ സെൻറ്റിമീറ്ററിലായിരിക്കും കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. C ഉണ്ടോ? mm² തന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 10⁻² ചെയ്യണം അല്ലേ? 0.0 വരും, 0.3 വരും. കറക്റ്റ് അല്ലേ? 30 × 10⁻⁻1 സ്ക്വയർ, അപ്പോൾ 10⁻² വരും. അപ്പം 10⁻² എന്ന് 0.3. ഓക്കെ, ഈ വോയിഡ് റേഷ്യോ എത്ര? 0.5 ഇൻറ്റു D10 ഉണ്ടോ? 0.015 mm, അപ്പം അത് 0.0015 സെൻറ്റിമീറ്റർ ആയിരിക്കും. നോക്കി, അപ്പോൾ ഇതെല്ലാം സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. അപ്പോൾ ആൻസറും നമുക്ക്, പക്ഷേ ഓപ്ഷൻ മീറ്ററിലാണ് വരേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതായത് ഇത് വെട്ടി പോകുമ്പോൾ 3/5 വരും. 3/5 ഓക്കെ.
അപ്പം 15, അപ്പോൾ 1 2 3 4 മേളി വരും. അപ്പം 3 × 10⁴ ഡിവൈഡഡ് ബൈ 5 × 15. അപ്പോൾ 15 2s are, അപ്പം 2 × 10⁻³ ഡിവൈഡ് ബൈ 0.5, അതായത് 4 5 അല്ല സോറി 5, അപ്പം 24. അപ്പോൾ 4 × 10⁻², 4 × 10⁻² 400 സെൻറ്റിമീറ്റർ ആണ്. മീറ്ററിലാക്കുമ്പോൾ 4 മീറ്റർ വരും, 4 മീറ്റർ വരണം ആൻസർ. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ആയിട്ട് ഇരുന്ന് ചെയ്യണം കേട്ടോ, അവിടെ നിന്ന് തെറ്റിക്കല്ലേ. 4 മീറ്റർ വരും. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിച്ചോണേ, സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ശരി. നെക്സ്റ്റ് ലേക്ക് 5 മീറ്റർ ഡീപ്പ്, കൺസിസ്റ്റ് ഓഫ് സാൻഡ് ബെഡ്. ലേക്കാണ്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ എഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് 5 മീറ്റർ ബിലോ ദ ബെഡ് ഓഫ് ദി ലേക്ക്. ഓക്കെ, ഇവിടെ നോക്കാം. ലേക്ക് അല്ലേ, ലേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ട് മുമ്പ് നമ്മൾ ചെയ്ത പോലെ വെള്ളമുണ്ട്. 5 മീറ്റർ ബിലോ ജസ്റ്റ് ഒരു പോയിൻ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ഇക്വേഷനാണ്. എഫക്റ്റീവ് എന്താ, ഗാമ സബ്. നമ്മൾ സമയമൊന്നും ചെയ്ത് കളയാം, മീൻസ് സമയം കളയണ്ട, × 5 അങ്ങ് ചെയ്താൽ മതി. ഗാമ സബ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. ഗാമ സാറ്റ് തന്നിട്ടുണ്ട്. ഓൾസോ താണ്ടേ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ 9.81 എടുക്കണം. അപ്പോൾ ഗാമ സബ് എന്ന് പറഞ്ഞാൽ ഗാമ സബ് ഈസ് ഈക്വൽ ടു ഗാമ സാറ്റായ 20 നിന്ന് 9.81 എടുക്കണമെന്ന് അവർ പറഞ്ഞുകൊണ്ട് അത് എടുത്തേ പറ്റും. എന്നിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി, ആൻസർ കിട്ടും. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദ പോർ വാട്ടർ പ്രഷർ ഇൻ ദ കാപ്പിലറി സോൺ. കാപ്പിലറി സോണിൻ്റെ പ്രത്യേകത എന്താ? കാപ്പിലറി സോൺ ഇത് ഗ്രൗണ്ട് ലെവലാണ്. കാപ്പിലറി സോൺ വാട്ടർ ടേബിൾ ഇതാണെങ്കിൽ വാട്ടർ ടേബിളിന് മുകളിലോട്ട് പോകുന്ന വെള്ളത്തിനെയാണ് കാപ്പിലറി സോൺ, അല്ലെ ആ സോണിനെയാണ് കാപ്പിലറി സോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പോർ വാട്ടർ പ്രഷർ എത്ര? നെഗറ്റീവ് അല്ലേ. നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഉണ്ട്, ഇത് നെഗറ്റീവും നമ്മുടെ വാട്ടർ ടേബിളിന് താഴെയുള്ളത് പോസിറ്റീവാണ്. നെഗറ്റീവ് സ്റ്റാൻഡ്സ് ഫോർ ടെൻസൈൽ, സോ ഇറ്റ്സ് എ നെഗറ്റീവ് സ്ട്രെസ് ആൻഡ് ഓൾസോ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ടെൻസൈൽ ഇൻ നേച്ചർ. യെസ്, അപ്പോൾ ഡ്യൂ ടു നെഗറ്റീവ് ടെൻസൈൽ സ്ട്രെസ് what will happen to the effective stress? See, effective stress is equal to total stress minus pore water pressure. So ഒരു മൈനസ് യു വന്നതിൻ്റെ പ്രസക്തി എന്താണ്? എഫക്റ്റീവ് സ്ട്രെസ് കൂടുന്നു അല്ലേ. ഡ്യൂ ടു ദ കാപ്പിലറി സോൺ ദ എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് ദിസ് കാപ്പിലറി സോൺ വിൽ ഇൻക്രീസ്. കാപ്പിലറി സോണിലുള്ള മണ്ണിൻ്റെ എഫക്റ്റീവ് സ്ട്രെസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്ക്. 2 പോയിൻറ്റ് നമുക്ക് അതിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ നിന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇൻ ലബോറട്ടറി ടെസ്റ്റ് ദ സാമ്പിൾ ഹാസ് എൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ തന്നിട്ടുണ്ട്. ഓക്കെ, ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് 2 ആയിട്ട് തന്നിട്ടുണ്ട്. ഡിസ്ചാർജ് മെഷേർഡ് തന്നിട്ടുണ്ട്. വോളിയം 150 ml, ടൈം 120 seconds. അത് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്തുവാ? V/T ആണ് അല്ലേ. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കണം. സോ അക്കോർഡിംഗ് ടു ഡാർസി ലോ വി നോ ദാറ്റ് Q is equal, അതായത് V/T is equal to KIA. ഓക്കെ, എല്ലാം തന്നിട്ടില്ലേ? VIA, അതിൽ നിന്ന് K കണ്ടുപിടിച്ചാൽ മതി, ഇട്ട് കൊടുത്താൽ മതി. ഒൺലി തിങ് നിങ്ങൾ mm/s ആക്കണം. പിന്നെ വെള്ളത്തിൻ്റെ കേസിൽ നിങ്ങൾ ഇത് വറി ചെയ്യേണ്ട, കാരണം 150 ml എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി 150 cc വെള്ളത്തിൻ്റെ പ്രത്യേകത. കാരണം ബാക്കിയുള്ള യൂണിറ്റ് നോക്കി, ഇത് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഹൈഡ്രോളിക് യൂണിറ്റ് ഗ്രേഡിന് പിന്നെ യൂണിറ്റ് ഒന്നുമില്ല. അപ്പം മിക്കവാറും നിങ്ങൾക്ക് സെൻറ്റിമീറ്ററിലാക്കിയിട്ട് പിന്നെ ആയിരിക്കും നിങ്ങൾ മില്ലിമീറ്ററിലോട്ട് ആക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്ന് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുമില്ല, 150 ml 150 cc സെയിം ആണ്. കാരണം ഗ്രാം നോക്കി, വെള്ളത്തിൻ്റെ ഡെൻസിറ്റി 1 gram/cc ഇറ്റ്സ് ഓൾസോ ഈക്വൽ ടു 1 gram/ml. ഇപ്പോൾ 2 ഈക്വലാണ് വെള്ളത്തിൻ്റെ കേസിൽ. വെള്ളത്തിൻ്റെ കേസിന് 1 ml തന്നെയാണ് 1 cc തുല്യമാണ്. സോ യു ക്യാൻ റൈറ്റ് 150 cc ഓൾസോ. സോ അതും ഒരു ടേക്ക് അവേ പോയിൻ്റ് ആണ് ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ, അടുത്തത് കൺസിഡർ ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ഡാർസീസ് ലോവിൻ്റെ പ്രകാരമായിട്ടുള്ള പെർമിയബിലിറ്റി ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടി, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ, ബോത്ത് ഫോൾസ്, അങ്ങനെയൊക്കെ നോക്കാം. ദ ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലോ ദാറ്റ് വിൽ ഒക്കർ ത്രൂ ദ ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് സോയിൽ അണ്ടർ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഇസ് ടേംഡ് ആസ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി. അപ്പോൾ നോക്കാം, ആവറേജ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയനെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ള Q/A ചെയ്യുമ്പോഴാണ് V എന്ന് പറയുന്നത് ആവറേജ് ഫ്ലോ. എന്നാൽ
യഥാർത്ഥത്തിലുള്ള വെള്ളത്തിന് സി പി എങ്ങനെയാണ്? ഫുൾ ഏരിയ ക്രോസ് അല്ല. നിങ്ങൾക്കറിയാം ഇതിനകത്ത് സോളിഡ്സ് അല്ല, സോയിലിനകത്ത് സോളിഡ്സ് ഉണ്ട്. സോളിഡ്സിനകത്തുള്ള വോയിഡ്സിലൂടെയാണ് സത്യം പറഞ്ഞാൽ വെള്ളം ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ ഏരിയ ഓഫ് വോയിഡ്സ് ആണ്. ആൻഡ് ദാറ്റ് വെലോസിറ്റി ഇസ് നോൺ ആസ് സീപ്പേജ് വെലോസിറ്റി. അപ്പോൾ ഇതാണ് ആവറേജ് വെലോസിറ്റി, ഇതാണ് സീപ്പേജ് വെലോസിറ്റി. ഓൾസോ ചാപ്റ്റർ പഠിച്ചവർക്ക് അറിയാം സീപ്പേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഡിവൈഡ് ബൈ പോറോസിറ്റി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്റർ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സോ ദ ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലോ ദാറ്റ് വിൽ ഒക്കർ ടു ദ ടോട്ടൽ ക്രോസ് സെക്ഷൻ അണ്ടർ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ടേം ഡാസ്. അപ്പോൾ ഉറപ്പായിട്ടും കറക്റ്റാണ്, കാരണം ഇവിടെ ടേം ആവറേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ. അങ്ങനെയാണ് വി ഇസ് ഈക്വൽ ടു കെ ഐ എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് നമ്മൾ വരുന്നത്. കെ ആണ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി. ഓക്കെ, ദ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഇസ് യൂണിറ്റി. അതായത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഐ യൂണിറ്റി ആണെങ്കിൽ 1 ആണെങ്കിൽ വിയും കെയും സെയിം അല്ലേ. ഡാർസ് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഈസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ഫ്ലോ. ഐ 1 ആകുമ്പോൾ വി ഇസ് ഈക്വൽ ടു കെ അല്ലേ. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. അടുത്ത ദിവസം നോക്കാം നമുക്ക്. വാട്ട് ഇസ് ദ സീപ്പേജ് വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ എ സോയിൽ ഇഫ് ഇറ്റ്സ് ഡിസ്ചാർജ് വെലോസിറ്റി ഇസ് 4 × 10⁻⁵ മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് വോയിഡ് റേഷ്യോ ഇസ് 0.5. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയേ ഉള്ളൂ സീപ്പേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു നമ്മുടെ ആവറേജ് വെലോസിറ്റി ഡിവൈഡ് ബൈ n ആണെന്നുള്ളത് അല്ലേ. നൗ ഇവിടെ വോയിഡ് റേഷ്യോ അല്ല തന്നിരിക്കുന്നത്, നമുക്ക് വേണ്ടത് പോറോസിറ്റി ആണ്. വോയിഡ് റേഷ്യോ ആണ് തന്നിരിക്കുന്നത് അല്ലേ. പോറോസിറ്റിയിലോട്ട് മാറ്റിയാൽ മതി. വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ഡിസ്ചാർജ് വെലോസിറ്റി, ഇതാണ് ഡിസ്ചാർജ് വെലോസിറ്റി കേട്ടോ. ആവറേജ് വെലോസിറ്റിയുടെ വേറൊരു പേരാണ് ഡിസ്ചാർജ് വെലോസിറ്റി. സോ 4 × 10⁻⁵ ഡിവൈഡഡ് ബൈ n. n എന്തുവാ നിങ്ങൾക്കറിയില്ലേ, n ഇസ് e ബൈ 1 + e. e എത്ര? 0.5. 0.5 ഡിവൈഡ് ബൈ 1.5 എന്ന് വെച്ചാൽ എന്തുവാ, വെട്ടി പോകുമ്പോൾ 1/3. 1/3 വരും. 3 മുകളിൽ പോകും. 3 × 4 12. 12 × 10⁻⁵. 12 × 10⁻⁵ മീറ്റർ പെർ സെക്കൻഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. അടുത്ത എ സ്ട്രാറ്റിഫൈഡ് സോയിൽ ഡെപ്പോസിറ്റ്. നമ്മുടെ പെർമിയബിലിറ്റിയിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണല്ലോ, സ്ട്രാറ്റിഫിക്കേഷൻ വരുന്നത്. തിക്നെസ് എല്ലാം തന്നിട്ടുണ്ട്, പെർമിയബിലിറ്റി എല്ലാം തന്നിട്ടുണ്ട്, ആവറേജ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ള ക്വസ്റ്റ്യനാണ്. വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ബെഡിങ് പ്ലെയിൻ. അപ്പോൾ ഇതാണ് അവിടുത്തെ കീ പോയിന്റ്. കാരണം നിങ്ങൾക്കറിയാം പെർപെൻഡിക്കുലർ ടു ബെഡിങ് പ്ലെയിനും ഹൊറിസോണ്ടൽ അതായത് പാരലൽ ടു ബെഡിങ് പ്ലെയിനും ആണെങ്കിൽ രണ്ട് വേറെ വേറെ ഫോർമുലാസ് ആയല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലർ ബെഡിങ് പ്ലെയിൻ ആണെങ്കിൽ എന്തോ ഇക്വേഷൻ, ആവറേജ് കെ ആവറേജ് ഇസ് ഈക്വൽ ടു Z1 + Z2 + Z3 ഡിവൈഡഡ് ബൈ Z1/K1 + Z2/K2 + Z3/K3. അതുപോലെ പാരലൽ ടു ബെഡിങ് പ്ലെയിൻ ആയിരുന്നെങ്കിലോ വെയ്റ്റഡ് ആവറേജ് ചെയ്താൽ മതി. അതായത് K1 × Z1 + K2 × Z2 + K3 × Z3 ഡിവൈഡഡ് ബൈ Z1 + Z2 + Z3. ഇതൊക്കെ നമ്മൾ ആ ചാപ്റ്ററിനകത്ത് ഡയറക്റ്റ്ലി പഠിക്കുന്ന ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പെർപെൻഡിക്കുലർ ബെഡിങ് പ്ലെയിൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് വിട്ടു കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്നും കണ്ടുപേടിക്കണ്ട. കണ്ടുപിടിക്കണം സെക്കൻഡ് റൗണ്ടിൽ ചെയ്താൽ മതി. ചെയ്യണം കേട്ടോ, ഇതൊന്നും വിടല്ല. 4 + 1 + 2 ഡിവൈഡഡ് ബൈ ഓക്കെ 4/2 ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി. ഡയറക്റ്റ് അതിൽ നോക്കി അങ്ങ് എഴുതിയാൽ മതി. അടുത്ത് Z2 1/1 1/1 പ്ലസ് Z3 2/4 ഓക്കെ. അപ്പോൾ 4 + 1 + 2 5 7 ആണ് മുകളിൽ വരുന്നത്. 7/4/2 എത്ര? 2. ഇതൊന്ന്. അപ്പോൾ 2.5 3.5 ഓക്കെ. വെട്ടി പോകുമ്പോൾ 2 കിട്ടും. 2 ആണ് ആൻസർ. 2 യെസ്, ഡയറക്റ്റ് ആണ്. അതാ പറഞ്ഞത്. നമ്മളിതൊന്നും കണ്ട് പേടിക്കേണ്ട. മിക്കവാറും JEE എക്സാംസിനൊക്കെ ഇതുപോലെ വെട്ടി പോകുന്നതേ തരത്തുള്ളൂ. ഇനി അഥവാ ഇത് എഴുതിയിട്ട് ഒത്തിരി പ്രോബ്ലം ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്റ്റെപ്പ് അവിടെ കിട്ടുന്നാൽ മതി. അടുത്ത റൗണ്ടിൽ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് തരുന്നാൽ മതി. അപ്പം ഇതൊക്കെ നമുക്ക് വിടരുത് കേട്ടോ, ഇതൊക്കെ ചെയ്യണം. ഓക്കെ. അടുത്ത വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ ദ അസംഷൻസ് കൺസിഡറിങ് ദ തിയറി ഓഫ് സീപ്പേജ്. തിയറി ഓഫ് സീപ്പേജ് എന്ന് വെച്ചാൽ നമ്മുടെ ഡാർസി ലോയിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ തിയറി ഓഫ് സീപ്പേജ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ദ സോയിൽ ഇസ് ഹെട്രോജീനസ് ആൻഡ് ഹൈഡ്രോ. അത് നിങ്ങൾക്ക് അറിയാലോ, അത് തെറ്റാണ്. എല്ലാത്തിലും നമ്മൾ പഠിക്കുന്നത് സോയിൽ ഇസ് ഹോമോജീനസ് ആൻഡ് ഐസോട്രോപിക് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ്. ദ വേർഡ്സ് ആർ കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ. അത് കറക്റ്റ് ആകട്ടോ. കാരണം ഡാർസി എടുത്ത് പറയുന്നൊരു കാര്യമാണ്, പുള്ളിയുടെ ലോ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിരിക്കണം. അത് മസ്റ്റാണ്. അടുത്ത ദ സീപ്പേജ് ഫ്ലോ ഒബേസ് ഡാർസി ലോ അറ്റ് എ സ്റ്റഡി സ്റ്റേബിൾ കമ്മിറ്റി. അതായത് നമ്മുടെ സ്റ്റഡി ലാമിനാർ ഫ്ലോയിലാണ് ഡാർസി ലോ വാലിഡ് ആയിട്ടുള്ളത്, ടർബൈൻ ഫ്ലോയിൽ വാലിഡ് അല്ല. അപ്പോൾ ഡാർസി ലോ തീർച്ചയായിട്ടും സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോയിലാണ് വാലിഡ് ആയിട്ടുള്ളത്. അതിനെ ഒബേ ചെയ്തിട്ടാണ് നമ്മൾ സീപ്പേജ് ഫ്ലോ നടക്കുന്നത്. അപ്പോൾ അതും കറക്റ്റാണ്. ദ സോയിൽ ആൻഡ് വാട്ടർ അണ്ടർ കംപ്രസിബിൾ ഫ്ലോ. ഇത് തെറ്റാണ് കേട്ടോ. കാരണം നമ്മുടെ അസംഷനിലേ
വാട്ടർ ഇൻകംപ്രസിബിൾ ആണ്, വെള്ളം കംപ്രസ് ആവാതെയാണ് ഒഴുകുന്നത് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതൊക്കെയാണ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ദ അസംഷൻ, ഏതൊക്കെയാണ് കറക്റ്റ് അസംഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി 2 and 3 കറക്റ്റായിട്ട് എഴുതാം. ബട്ട് ഹിയർ 2 and 3 നോക്കി, 1 and 3, 1 and 4 ഇതൊന്നും അല്ല, 3 and 4 അല്ല, 2 and 3 എന്നുള്ളതും ഇല്ല, 3 only എന്നുള്ളതുണ്ട്. 3 എന്തായാലും കറക്റ്റാണെന്ന് ഉറപ്പാണ്, കാരണം സീപ്പേജ് ഫ്ലോ ഒബേ ചെയ്യുന്നത് ഡാർസി ലോ ആണ്. ഡാർസി ലോയുടെ അസംഷനാണ് ആക്ച്വലി വോൾസ് ആർ കംപ്ലീറ്റ്. അപ്പം 2 ഇല്ലെങ്കിലും വല്ല കുഴപ്പമൊന്നും ഇല്ല. 2 and 3 കറക്റ്റാണ്. നമ്മൾ എപ്പോഴും MCQ അങ്ങനെയല്ല. ഇപ്പോൾ ഇത് ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്കറിയാം തേർഡാണ് ഏറ്റവും അനുയോജ്യമായുള്ള ആൻസർ. കാരണം എന്ന് പറഞ്ഞാൽ ഡാർസി ലോയിനകത്തുള്ള അസംഷനാണ് വോൾസ് ആർ കംപ്ലീറ്റ്. അപ്പോൾ 2 ആക്ച്വലി ഡിപ്പെൻഡൻ്റ് ഓൺ 3 ആണ്. 3 only എന്ന് പറയാൻ കാരണം 3 ആണ്. അപ്പം മാൻഡേറ്ററി കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് 2 and 3 ഉണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 and 3 മിസ്സിംഗ് ആണ്. സോ യു ക്യാൻ ഗോ ഫോർ ദ ബെസ്റ്റ് ആൻസർ ഇസ് 3 only. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് വൺ. വാട്ടർ ഇസ് ഫ്ലോയിങ് അണ്ടർ കോൺസ്റ്റൻറ്റ് ഹെഡ് ഓഫ് 40 centimeter. സാമ്പിൾ ഇസ് 20 centimeter ലോങ്. അപ്പോൾ ലെങ്ത് തന്നിട്ടുണ്ട് 20 centimeter. ഏരിയ ക്രോസ് സെക്ഷൻ 10 centimeter square. Okay. Quantity of flow is in 4 minutes. Time 4 minutes. Time 4 minutes-ൽ ക്വാണ്ടിറ്റി Q അല്ല ആക്ച്വലി, അത് 30 cc, അതായത് വോളിയം ആണ് ആക്ച്വലി. Q is V/T. Now K, കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിയബിൾ ടെസ്റ്റിനകത്തുള്ള ഡയറക്റ്റ് ഇക്വേഷനാണ് VL / AHT. ഇതെല്ലാം തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. V തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, A ചുമ്മാ ഇട്ട് കൊടുത്താണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഉള്ളി തിങ് ഇവിടെ നോക്കി, ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ച്. സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്, അത് സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ അതൊരു ടേക്ക് അവേ. ഈ ക്വസ്റ്റ്യനിൽ ആക്ച്വലി മിനിറ്റ്സ് നോക്കി, 4 minutes നിങ്ങൾ അതുപോലെ തന്നെ ഇടുക. അപ്പോൾ പെർ മിനിറ്റിൽ ആൻസർ കിട്ടിയാൽ വേറെ മാറ്റമൊന്നുമില്ല. അത് ഓപ്ഷൻസിനകത്ത് ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, മിനിറ്റിനെ സെക്കൻഡ് ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസും കൂടെ റെസ്പെക്റ്റ് ചെയ്തിട്ട് വേണം MCQ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അപ്പോൾ ഇത് പറയാനാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ തരുന്നത്. അപ്പോൾ ഈ ഫോമിൽ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഇങ്ങനൊരു അപ്രോച്ചും കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. യെസ്. ദ പെർമിയബിലിറ്റി ഓഫ് സാൻഡ് ഇൻ ഹൊറീസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷൻ ആർ, 2 പെർമിയബിലിറ്റി തന്നിട്ടുണ്ട്. ദ പെർമിയബിലിറ്റി ഓഫ് ക്ലേ, അപ്പോൾ 2 സോയിലാണ്. നോക്കി, 2 സോയിൽ, ക്ലേയിൻ്റെയും ഹൊറീസോണ്ടൽ വെർട്ടിക്കൽ പെർമിയബിലിറ്റിയും തന്നിട്ടുണ്ട്. റേഷ്യോ ഓഫ് സീപ്പേജ് ലോസ് പെർ മീറ്റർ ലെങ്ത് ഓഫ് ഡാം ഇൻ സാൻഡ് ടു ക്ലേ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത് സീപ്പേജ് ലോസ് അല്ലെങ്കിൽ Q = KH/NF/ND. ഇവർ സീപ്പേജ് ലോസിൻ്റെ NF ND ഷേപ്പ് ഫാക്ടർ തന്നിട്ടില്ല, H തന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം കോൺസ്റ്റൻ്റ് ആണെന്നുള്ള അസംഷനിൽ നോക്കി. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഉള്ളി K-നെയാണ്, K1/K2. നൗ ദ പ്രോബ്ലം ഇസ് സാൻഡ് തന്നെ 2 പെർമിയബിലിറ്റിയാണ്, ഒന്ന് X ഡയറക്ഷനിലും ഒന്ന് Y ഡയറക്ഷനിലും. അപ്പോൾ അത് കൺസെപ്റ്റാണ്. അതായത് KXും KY ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ ഇക്വലൻ്റ് പെർമിയബിലിറ്റി വിച്ച് ഇസ് റൂട്ട് ഓഫ് KX × KY. സി ദിസ് ഇസ് ദ കൺസെപ്റ്റ്. അപ്പോൾ അതായത് സാൻഡിൻ്റെയും ക്ലേയിൻ്റെയും ഇക്വലൻ്റ് പെർമിയബിലിറ്റി നിങ്ങൾ കണ്ടുപിടിക്കണം, എന്നിട്ടാണ് നിങ്ങൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം, വെറൈറ്റി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. അപ്പോൾ Q1/Q2 = റൂട്ട് ഓഫ് സാൻഡിൻ്റെ KX × നോക്കി, 3 × 10⁻³ × 1 × 10⁻³ കറക്റ്റ് അല്ലേ? 3 × 10, ഒരു എന്തുവാ 0 മാറിപ്പോയാലും അല്ലെങ്കിൽ മൈനസ് മാറിപ്പോയാലും ആൻസർ തെറ്റും കേട്ടോ. 9 × 10⁻⁷ × 3 × 10⁻⁹. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ, ഇതെല്ലാം റൂട്ടിനകത്താണ്. അപ്പോൾ റൂട്ടിനകത്ത് കൊണ്ടുവന്നാൽ 3ഉം 3ഉം വെട്ടിപ്പോവും, 3ഉം 3ഉം വെട്ടിപ്പോയി. ഓക്കെ, ബാക്കി നമ്മുടെ 10⁻⁻6 ആണ് മുകളിൽ വരുന്നത്, അത് രണ്ടും വെട്ടിക്കളയാം, 10⁻⁻1 വരും. ഓക്കെ, അപ്പം എന്ത് കിട്ടി? റൂട്ട് ഓഫ് 10⁻⁻1 × 10⁻⁻9 10⁻⁻10 വരും, അതങ്ങ് മുകളിൽ കയറ്റാം. 10⁻10 / 9, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ 10⁻10ൻ്റെ സ്ക്വയർ റൂട്ട് എത്ര? 10⁻5 അല്ലേ? 9ൻ്റെ റൂട്ട് 3, 10⁻5 / 3 കിട്ടും ആൻസർ. ഓക്കെ ആണോ?
കൊള്ളാം, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. അത് ചെയ്തപ്പോഴും ഒരു ഡിഫറെൻറ്റ് രീതി നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനത്തെ കൂടെ ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചേക്കും. ഓക്കെ, അടുത്ത എ സോയിൽ സാമ്പിൾ ഹാവിംഗ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 2.5 ഹാസ് OMC ഓഫ് 20%. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ തിയററ്റിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. തിയററ്റിക്കൽ മാക്സിമം, ഇത് കോമ്പാക്ഷൻ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യനാണ്. കാരണം കോമ്പാക്ഷൻ ചാപ്റ്ററിൽ മാത്രമേ തിയററ്റിക്കൽ മാക്സിമം എന്നൊരു വാക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. വാട്ട് ഇസ് തിയററ്റിക്കൽ മാക്സിമം? നമ്മൾ പറഞ്ഞു തിയററ്റിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സമയത്ത്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഫുള്ളി സാച്ചുറേറ്റഡ് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? സോയിലിനകത്തുള്ള എയർ എല്ലാം എക്സ്പെൽ ആവുന്നു എന്നുള്ളതാണ്. എന്നാൽ പ്രാക്ടിക്കലി കംപ്ലീറ്റ് എയർ എക്സ്പെൽ ആവുന്നത് പോസിബിൾ അല്ല. പക്ഷേ തിയററ്റിക്കൽ മാക്സിമം പറഞ്ഞാൽ വി ആർ അസ്യൂമിങ് ദാറ്റ് ഓൾ ദ എയർ ആർ എക്സ്പെൽ ഔട്ട്, അതിനകത്ത് വെള്ളം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് 1 - NA × G gamma W ഡിവൈഡഡ് ബൈ 1 + WG. നോക്കി, ഇവിടെ N എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് ആണ്. തിയററ്റിക്കൽ മാക്സ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് ഇസ് 0, വിച്ച് ഇസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. അത് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ ഗാമ ഡി മാക്സ്, തിയററ്റിക്കൽ മാക്സിമിൻ്റെ ഫോർമുല കിട്ടും G gamma W ഡിവൈഡഡ് ബൈ 1 + WG. Okay, where W is the OMC. W is the OMC. This is the correct equation. അതിനകത്ത് G ഇട്ട് കൊടുക്കണം, OMC ഇത്രേ ഉള്ളൂ. ഒറ്റയടിക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആ കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടും. മറക്കല്ലേ, തിയററ്റിക്കൽ മാക്സിമം ചോദിച്ചാൽ ദിസ് ഇസ് ദ ഫോർമുല. ഓക്കെ, G gamma W ഡിവൈഡ് ബൈ 1 + WG, where W is the OMC, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. ഓക്കെ ആണല്ലോ, ശരി. അടുത്ത ഐഡൻറ്റിഫൈ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദ കോമ്പാക്ഷൻ ഓഫ് സോയിൽ ആർ ട്രൂ ഓർ ഫോൾസ്. കോമ്പാക്ഷൻ ഓഫ് സോയിലിൻ്റെ അടുത്ത ക്വസ്റ്റ്യനാണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ഡ്രൈ ഡെൻസിറ്റി ഓഫ് സോയിൽ ഇസ് മിനിമം ഈസ് സെറ്റ് ടു ബി ദ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. OMCക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രൈ ഡെൻസിറ്റി മാക്സിമം അല്ലേ? ഇവർ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? മിനിമം ആണ്. ഓക്കെ, വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ഡ്രൈ ഡെൻസിറ്റി ഓഫ് സോയിൽ ഇസ് മിനിമം ഇസ് സെറ്റ് ടു ബി OMC എന്നല്ല, ഡ്രൈ ഡെൻസിറ്റി മാക്സിമം ആവുന്ന സമയത്തുള്ള വാട്ടർ കണ്ടൻ്റാണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ്. ദ ലൈൻ ഷോയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡ്രൈ ഡെൻസിറ്റി ആൻഡ് ദ വാട്ടർ കണ്ടന്റ് അറ്റ് സാച്ചുറേഷൻ ഇസ് നോൺ ആസ് സീറോ എയർ വോയിഡ്സ് ലൈൻ. ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ എന്താണ്? സീറോ എയർ വോയിഡ്സ്. NA = 0 എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്ര? 1 അല്ലെങ്കിൽ 100% ആണല്ലേ. അപ്പോൾ രണ്ട് സെയിമാണ്. സീറോ എയർ വോയിഡ്സ് ലൈൻ. ഗ്രാഫ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ പഠിച്ചതല്ലേ ഗ്രാഫ്, കോമ്പാക്ഷൻ കർവിൻ്റെ ഗ്രാഫ്. ഓക്കെ, മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയിലുള്ള വാട്ടർ കണ്ടൻ്റാണ് OMC. പക്ഷേ വി സ്റ്റഡീഡ് സീറോ എയർ വോയിഡ്സ് ലൈൻ വിച്ച് ഇസ് നോട്ട് ടച്ചിങ് ദ കോമ്പാക്ഷൻ കർവ്. സോ കോമ്പാക്ഷൻ കർവ് ആക്ച്വലി ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്? വാട്ടർ കണ്ടൻറ്റും ഗാമാഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആണ്, അല്ലെങ്കിൽ സീറോ എയർ വോയിഡ്സ് ആണ്. അതാണ് അറ്റ് സാച്ചുറേഷൻ എന്ന് എടുത്ത് പറയാൻ കാരണം. അതുകൊണ്ടോ ഒരു വാക്കാണ് ഇവിടുത്തെ കീ പോയിന്റ്. അറ്റ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കറക്റ്റാണ്. സീറോ എയർ വോയിഡ്സ് ലൈനിൻ്റെ ഡെഫിനിഷൻ കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ്. ആണ്ടേ, ഓപ്ഷൻ ബി ആണ് വരേണ്ടത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു സ്ട്രെങ്ത് ഓഫ് കോമ്പാക്റ്റഡ് സോയിൽ. കോമ്പാക്ഷൻ ചാപ്റ്റർ തന്നെയാണ്. സ്ട്രെങ്തിനനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ പറയാൻ. വിത്ത് റെസ്പെക്ട് ടു സ്ട്രെങ്ത് നോക്കാം. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് എയും ബിയും ഉണ്ട്. ഷിയർ സ്ട്രെങ്ത് ഓഫ് കോമ്പാക്റ്റഡ് ക്ലേ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ മെത്തേഡ് ഓഫ് കോമ്പാക്ഷൻ. ഷിയർ സ്ട്രെങ്ത് നിങ്ങൾ ചെയ്യുന്ന മെത്തേഡിന് ഡിപ്പെൻഡ് ചെയ്യത്തില്ല എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. നോക്കിയൊന്ന് ആലോചിച്ച് നോക്കി. ക്ലേനെ നമ്മൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റോളേഴ്സൊക്കെ പഠിച്ച സമയത്ത് കോഷൻലെസ് സോയിൽ സ്മൂത്ത് ഫീൽഡ് ആണെങ്കിൽ നമ്മൾ ക്ലേനെ അങ്ങനെ വെറുതെ നമുക്ക് കയറി കോമ്പാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എന്താ? ഷീപ്പ് ഫുഡ് റൂളേഴ്സ് വേണം അല്ലേ? നീഡിങ് ആക്ഷൻ വെച്ചിട്ടാണ് അവിടെ കോമ്പാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇറ്റ് ഡസ് ഡിപ്പെൻഡ് അപ്പോൺ ദ മെത്തേഡ് ഓഫ് കോമ്പാക്ഷൻ അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യുന്ന മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡസ് നോട്ട് റിപ്പീറ്റ് എന്ന് ഡിപ്പെൻഡ് എന്ന് പറയുന്നത് തെറ്റാണ്. തീർച്ചയായിട്ടും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലേന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ ഷീപ്പ് ഫുഡാണ്, ഷീപ്പ് ഫുഡ് റോളേഴ്സാണ് നമ്മൾ കോമ്പാക്ട് ചെയ്യേണ്ട മെത്തേഡ്. ഷീപ്പ് ഫുഡ് റോളേഴ്സ് വെച്ച്. അടുത്ത് നോക്കി. സ്ട്രെങ്ത് ഓഫ് കോഹസീവ് സോയിൽസ് കോമ്പാക്റ്റഡ് ഡ്രൈ ഓഫ് ഒപ്റ്റിമം ഈസ് ലോവർ ദാൻ ദ കോമ്പാക്റ്റഡ് വെറ്റ് ഓഫ് ഒപ്റ്റിമം. അത് നിങ്ങൾ പഠിച്ചായിരുന്നോ? നമ്മൾ പറഞ്ഞില്ല അന്നത്തെ ക്ലാസ്സിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാണ്. കോമ്പാക്ഷൻ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ഇത് ചോദിക്കുമെന്നുള്ളത്. അപ്പോൾ
OMCയുടെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നതാണ് ഡ്രൈ അല്ലേ, ഡ്രൈ വെറ്റ്. നമ്മൾ അന്നേ പറഞ്ഞതാണ് ഡ്രൈ സൈഡിലുള്ള ഷിയർ സ്ട്രെങ്ത് ആണ് മോർ വെറ്റിനെ കാട്ടില്ല. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തോ ലോവർ എന്നാണ് എഴുതിയിരിക്കുന്നത്, ഡ്രൈ ലോവർ എന്നാണ്. അപ്പോൾ ഇതും തെറ്റാ. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാ. ഓപ്ഷൻ നോക്കി, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് A and B ആർ ഇൻകറക്റ്റ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ, എ ലെയർ ഓഫ് സോഫ്റ്റ് ക്ലേ ഈസ് 6 meter thick ആൻഡ് ലൈസ് അണ്ടർ എ ന്യൂലി കൺസ്ട്രക്റ്റഡ് ബിൽഡിംഗ്. ദ വെയ്റ്റ് ഓഫ് സാൻഡ് ഓവർലൈങ് ദ ക്ലേ ലെയർ പ്രൊഡ്യൂസസ് എ പ്രഷർ ഓഫ് 250 kilonewton per meter square and the new construction increases the pressure by 20%. If the effective compression index is 0.5 and the void ratio is 1, consolidation settlement ആണ് കണ്ടുപിടിക്കേണ്ടത്. ലോക്ക് ടു ദ ബേസ് 10 1.2 തന്നിട്ടുമുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പിന് ഇങ്ങനെ ആയിരിക്കും പല ക്വസ്റ്റ്യൻ. കാരണം നമ്മുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ലാത്തപ്പോൾ ഇങ്ങനെ അവർ തരണം, കാരണം അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇത് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് മിക്കവാറും ടഫായിട്ടുള്ള ഇതുപോലത്തുള്ള ന്യൂമറിക്കൽസിൽ അവർ ഇങ്ങനെ ഗിവൺ ആയിരിക്കണം. ഓക്കെ, അതുകൊണ്ട് എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. കംപ്രഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട്, വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. എന്തോ കണ്ടുപിടിക്കുന്നത്, ബാക്കിയൊക്കെ വായിക്കുന്നതിന് മുന്നേ എന്തോ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നോക്കുക. കൺസോളിഡേഷൻ സെറ്റിൽമെൻറ്റ്, അപ്പം കൺസോളിഡേഷൻ ചാപ്റ്ററാണിത്. ആ ചാപ്റ്റർ പഠിച്ചവർക്കറിയാം കൺസോളിഡേഷൻ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും മികച്ച ഫോമുല CC × H ഡിവൈഡഡ് ബൈ 1 + E0 × ലോഗ് ടു ദ ബേസ് 10 σ2 ബാർ ഡിവൈഡ് ബൈ σ1 ബാർ അല്ലേ. ഇട്ട് കൊടുത്താൽ മതി. CC തന്നിട്ടുണ്ട്, H ടോട്ടൽ ഡെപ്ത് ഓഫ് ക്ലേ ഉണ്ട് 6 meter തന്നിട്ടുണ്ട്, ഇനിഷ്യൽ വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ഇതെല്ലാം തന്നിട്ടുണ്ട്. ലോഗ് ഇതെങ്ങനെ ചെയ്യും? സെക്കൻഡ് സ്ട്രെസ്, ഫൈനൽ സ്ട്രെസ് ഡിവൈഡ് ബൈ ഇനിഷ്യൽ സ്ട്രെസ്. അപ്പോൾ ഇവിടെ the weight of sand overlying the clay layer produces a pressure of pressure and the new construction increases the pressure by 20%. ആദ്യമുള്ള പ്രഷറിനെക്കാട്ടിൽ 20% കൂടി എന്ന് പറഞ്ഞാൽ നോക്കുക, σ2 ബാർ എന്ന് പറയുന്നത് σ1 ബാറിൻ്റെ കൂടെ 20% ആഡ് ചെയ്യണം, അതായത് 0.2 ആഡ് ചെയ്യണം. അതായത് എത്രയാണ്? 1.2 ഓഫ് σ1 ബാർ. ഇതെടുത്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. നോക്കി അവിടെ ഞാൻ ലോഗ് ടു ദ ബേസ് 10 മാത്രം എഴുതുവാണേ. 1.2 σ1 ബാർ ഡിവൈഡ് ബൈ σ1 ബാർ. σ1 ബാർ വെട്ടി പോകുമ്പോൾ ലോഗ് ടു ദ ബേസ് 10 1.2 വരുന്നുണ്ട്. അതുകൊണ്ട് അത് ഇവർ ഓൾറെഡി ഗീവൺ ആയിട്ട് കണ്ടോ. അപ്പം ഇത് ഓൾറെഡി അവർ ചെയ്തിട്ടുണ്ട്, അതങ്ങ് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ബാക്കി നിങ്ങൾ ചെയ്യുക. അതായത് ഡെൽറ്റ H = CCH 0.5 × 6 ഡിവൈഡ് ബൈ 1 + 1 അല്ലേ, വോയിഡ് റേഷ്യോ 1 ആണ്. അപ്പോൾ 2 × 0.08. ഇതങ്ങ് ചെയ്താൽ മതി, കഴിഞ്ഞു പരിപാടി, സിമ്പിളായി. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാം സിംപ്ലിഫൈ ഉണ്ടാവും. ഈ ഒറ്റ വലിയ ക്വസ്റ്റ്യൻ ആണ് ഇത്രയും ചെറിയൊരു ടേമിലോട്ട് മാറി എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, യെസ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത് നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2 identical clay sample SA and SB of the same size are subjected to consolidation test under identical loading conditions. Identical loading conditions. For the sample SA, drainage takes place through one phase and for sample SB, drainage takes place through both the phases. അത് വായിക്കുമ്പോൾ തന്നെ പരിപാടി പഠിച്ചവർക്കറിയാം സിംഗിൾ ഡ്രെയിനേജും ഡബിൾ ഡ്രെയിനേജും ആണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ടൈം ടേക്കൺ ഫോർ 50% കൺസോളിഡേഷൻ സാമ്പിൾ ഈസ് 20 minutes. ഡിറ്റർമൈൻ ദ ടൈം ടേക്കൺ ഫോർ ദ സെയിം ആണ് അടുത്ത അതേ 50% കൺസോളിഡേഷനിൽ എത്ര സമയം വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ കീ പോയിന്റ് സെയിം കൺസോളിഡേഷൻ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് യു സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് TV സെയിം ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കീ അപ്രോച്ച്. ബിക്കോസ് TV എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ യു വാല്യൂ ഉള്ളി. TVക്ക് 2 ഫോമുലയുണ്ട്, 1.78 അതായത് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ആകുമ്പോൾ π/4 u², യു ഗ്രേറ്റർ ദാൻ 60 ആണെങ്കിൽ 1.78 മൈനസ് 0.933 ഇൻറ്റു ലോഗ് ടു ദ ബേസ് 10 100 - u. അത് പഠിച്ചവർക്കറിയാം. അപ്പോൾ യുവിനെ മാത്രമാണ് TV ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇതുപോലെ സെയിം കൺസോളിഡേഷൻ ആണ് ചോദിച്ചിരിക്കുന്നതിൽ യു ക്യാൻ ടേക്ക് TV എ കോൺസ്റ്റൻറ്റ്. പിന്നെ TVയുടെ ഇക്വേഷൻ എന്താണ്? CVT/d² ഓഫ് A ഇസ് ഈക്വൽ ടു CVT/d² അല്ലേ ഓഫ് B. നോക്കി, 2 ഐഡൻറ്റിക്കൽ ക്ലേ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പേരുടെയും CV സെയിം ആണ്, ബാക്കി എല്ലാം സെയിം ആണ്. ഉള്ളിൽ ടൈം ഡിഫറെൻ്റ് ആണ്, അതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം പിന്നെ ടൈം കണ്ടുപിടിക്കണം. പ്ലസ് വാട്ട് അബൌട്ട് ഡ്രെയിനേജ് കണ്ടീഷൻ? ഒറ്റ വ്യത്യാസമുള്ളൂ, ഒരാൾ സിംഗിൾ ഡ്രെയിനേജും ഒരാൾ ഡബിൾ ഡ്രെയിനേജുമാണ്. ഡബിൾ ഡ്രെയിനേജ് പറഞ്ഞാൽ എന്താണ്? Dൻ്റെത് H/2 കൊടുക്കണം, സിംഗിൾ ഡ്രെയിനേജ് ആണെങ്കിൽ H കൊടുക്കണം. വെരി ഈസി. ജസ്റ്റ് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ തന്നെ TAയും TBയുടെ റിലേഷൻഷിപ്പ് കിട്ടും.
ഓക്കെ, വെരി ഈസി, നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓൾസോ ഇതൊരു സ്റ്റാൻഡേർഡ് കേസും കൂടാണ്. കാരണം എപ്പോഴും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. ജസ്റ്റ് ഡബിൾ ഡ്രെയിനേജ് സിംഗിൾ ഡ്രെയിനേജ് മാറിയാൽ നിങ്ങൾ നോക്കുക, അതുകൊണ്ട് അങ്ങ് ചെയ്തേക്കാം. അപ്പോൾ സി വി എല്ലാം വെട്ടിപ്പോയില്ല. അപ്പോൾ TA/H², ഇവിടെ ബി അല്ലേ ഡബിൾ ഡ്രെയിനേജ്, ഫോർ സാമ്പിൾ ഡേയ്സ് ആണ് ആൻസർ. ഓക്കെ, അപ്പം TB/H/2². നോക്കുക, H² വെട്ടിപ്പോയി, 4 ടൈംസ് TB, അതായത് TB എന്ന് പറയുന്നത് TA/4. രണ്ടാമത്തെ കേസ് ഒന്നാമത്തെ 1/4 ടൈമേ എടുക്കത്തുള്ളൂ. സ്റ്റാൻഡേർഡ് കേസ് ആയത്. കാരണം എന്താ, ഡബിൾ ഡ്രെയിനേജ് ആകുമ്പോൾ പെട്ടെന്ന് വെള്ളം എക്സ്കേപ്പ് ആയി പോകും. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ കൺസോൾട്ടേഷൻ കംപ്ലീറ്റ് ആവും. അപ്പം TA എത്ര, 20 മിനിറ്റ് ആണെങ്കിലും അതിൻ്റെ 1/4 5 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും അല്ലേ. എ എന്ന് പറയുന്ന സാമ്പിൾ 20 മിനിറ്റ് കൊണ്ടാണ് കൺസോൾട്ടേഷൻ നടക്കുന്നതെങ്കിൽ ബി എന്ന് പറയുന്ന സാമ്പിൾ 5 മിനിറ്റ് കൊണ്ട് കൺസോൾട്ടേഷൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. ആൻസർ എ ആണ്. കണ്ടോ? അപ്പോൾ ഇതും കൂടി ഈ ഒരു സ്റ്റാൻഡേർഡ് കേസും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒൺലി വെൻ എപ്പോഴാണ്, ബാക്കിയുള്ള എല്ലാം സെയിം ആണ്. ഇവിടെ പേഴ്സൻ്റെ കൺസോൾട്ടേഷൻ, അതായത് ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ സെയിം ആണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു അനാലിസിസ് ചെയ്തത്. ഓക്കെ, അടുത്ത് കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി, കെ വാല്യൂ കണ്ടുപിടിക്കണം. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ ആൻഡ് വോളിയം ചേഞ്ച് ആർ ഗിവൺ. അപ്പോൾ അത് നമ്മുടെ ഇക്വേഷനാണ്. CV = K/mv × γW. ഇതെല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. കെ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ CV × mv × γW എല്ലാം തന്നിട്ടുണ്ട്. ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി അല്ലേ, ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി, വേറെ പരിപാടിയൊന്നുമില്ല. ഉള്ളി തിങ് യൂണിറ്റ് കൺവേർഷൻ ശ്രദ്ധിക്കണം. കാരണം CV തന്നേക്കുന്നത് 4.8 mm²/min. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. MV 1.02 × 10⁻³ m²/km. പിന്നെ γW തന്നില്ലെങ്കിൽ നമുക്കറിയാം 10 kN/m³. അപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാം മീറ്ററിലാണ്. അപ്പം മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാൻ മറക്കരുത്. പിന്നെ മിനിറ്റ് എന്താക്കണം എന്നുള്ളത് ക്വസ്റ്റ്യൻ നോക്കണം. നോക്കി, മിനിറ്റ് അവർക്ക് വേണ്ടത് m/s. അപ്പോൾ തീർച്ചയായിട്ടും മീറ്ററിലോട്ടും ആക്കണം മാത്രമല്ല മിനിറ്റിനെ സെക്കൻഡും ആക്കണം. ആ 2 കൺവേർഷനാണ് ഇവിടെ നിങ്ങൾ ചെയ്തിട്ടേ ചെയ്യാം. അപ്പോൾ ഇതും ഇച്ചിരി സമയം എടുക്കും. ഇത് സെക്കൻഡ് റൗണ്ടിൽ മാത്രമേ ചെയ്യാവൂ. അപ്രോച്ച് ഇതേ ഉള്ളൂ, സിമ്പിളാണ്, ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, ശരി. അടുത്ത, എ കോമ്പാക്ഷൻ ഫിൽ വാസ് 8 meter thick and has void ratio 1.2. Okay, the fill was loaded on the surface by constructing an embankment covering a large area of fill. Some days after the embankment was constructed, measurements of the fill indicated an average void ratio of 0.8. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള void ratio അവർ പറയുന്നുണ്ട് 0.8. എസ്റ്റിമേറ്റ് ദ കംപ്രഷൻ ഓഫ് ദ ഫിൽ എത്രത്തോളം കംപ്രസ് ആയി എന്നുള്ളതാണ്. ഇവിടെ ആ കൂടെ തന്നേക്ക് നോക്കി, ഇനിഷ്യൽ ഹൈറ്റ് തന്നിട്ടുണ്ട്, ഇനിഷ്യൽ void ratio തന്നിട്ടുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ്, ഇവിടെ E0 ആണെങ്കിൽ ഇത് E1 എന്ന് എഴുതുന്നു. ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് കൺസോൾട്ടേഷൻ ചാപ്റ്റർ പഠിച്ചവർക്കറിയാം, ആകെ ഒരു ഇക്വേഷനെ അങ്ങനെ ഉള്ളൂ. ΔH/H = ΔE/1 + E0. ΔE കണ്ടുപിടിക്കാമല്ലോ, ഇവർ നമ്മളോട് ചേഞ്ച് അത് ക്വസ്റ്റ്യനിലുണ്ട്. E0 ഉണ്ട്, H ഉണ്ട്, അതിൽ നിന്ന് ΔH എന്ന് പറഞ്ഞാൽ എന്തുവാ, അതാണ് ചേഞ്ച് അല്ലേ, അതാണ് ഇവിടുത്തെ കംപ്രഷൻ. അപ്പോൾ ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് ഇട്ട് കൊടുത്താണ്. ഇതൊക്കെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഫോമുലാസ് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറയണം. അത് വായിക്കുമ്പോൾ ഓക്കെ ഈ ഫോമുല ആണെന്നുള്ളത്. ഗിവൺ ഡാറ്റ വരുമ്പോൾ ആ ഫോമുല അത്രത്തോളം മനസ്സിലുള്ളവർക്ക് പെട്ടെന്ന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫോമുല ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് പോണേ. ഓക്കെ, അടുത്ത, ഫോർ എ സർട്ടൻ ലോഡിംഗ് കണ്ടീഷൻ എ സാച്ചുറേറ്റഡ് ക്ലേ അണ്ടർഗോസ് 40% കൺസോൾട്ടേഷൻ ഇൻ പീരിയഡ് ഓഫ് 178 days. വാട്ട് വുഡ് ബി ദ അഡീഷണൽ ടൈം റിക്വയർഡ് ഫോർ ഫർദർ 20%? ഇപ്പം നോക്കി, ആദ്യത്തെ ഡാറ്റയിൽ U 40% ആവുമ്പോൾ അതിനെടുത്ത സമയം അവർ പറയുന്നുണ്ട്. ഫസ്റ്റ് കേസിലെ സമയം എത്ര, 178 ദിവസം. ഓക്കെ, പിന്നെ അവർ പറയുന്നു ഒരു അഡീഷണലി 20% കൂടെ കഴിയണമെങ്കിൽ എത്ര സമയം അഡീഷണലി വേണം. അപ്പോൾ നോക്കി, അഡീഷണലി 20% കഴിഞ്ഞാൽ എത്ര ആണ് ടോട്ടൽ, 60%. അതിനുള്ള ടൈമും നമുക്ക് അറിഞ്ഞുകൂടാ. അഡീഷണൽ ടൈം എന്ന് പറഞ്ഞാൽ അവിടെ ഫൈനൽ ആൻസർ എന്തുവാ, ഫൈനൽ ആൻസർ T2 - T1 ആണ് ഫൈനൽ ആൻസർ. ഇനി ഇത് T2 കണ്ടുപിടിച്ചാലല്ലേ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ, അത് പോട്ടെ, എങ്ങനെ T2 കണ്ടുപിടിക്കും എന്നാലോചിച്ച് നോക്കി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമുക്കറിയാം TB എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, π/4 × U² അല്ലേ. അപ്പോൾ ഫസ്റ്റ് കേസിലും ഇങ്ങനെ ഇടുക. സെക്കൻഡ് കേസ് TB2 = π/4 × U². കാരണം 60 വരെ, 60 കഴിഞ്ഞാൽ പിന്നെ ഫോമിൽ മാറും. അപ്പോൾ ഇത് രണ്ടും ഉണ്ട്, 1 and 2. ജസ്റ്റ് നിങ്ങൾ റേഷ്യോ എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നിങ്ങളൊന്ന് സിംഗിളായിട്ട് ചെയ്യരുത്, സമയം ഒരുപാട് പോകും. π/4 വെട്ടിപ്പോവും. ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. നോക്കി, അപ്പോൾ TB1 ഉം TB2 ഉം ചെയ്യുമ്പോഴത്തേനും നമുക്കിവിടെ
ഈ റേഷ്യോ കിട്ടും. ഈ റേഷ്യോ ഇങ്ങനെ എഴുതാം, TV1 ഡിവൈഡ് ബൈ TV2 ഈസ് ഈക്വൽ ടു π/4 വെട്ടിപ്പോയി 0.4 ഡിവൈഡ് ബൈ 0.6 സ്ക്വയർ. ഇനി TV1 എന്താണ്? CVT/d², അല്ലേ? നോക്കി, ഫോർ സെർട്ടൻ ലോഡിങ് കണ്ടീഷൻ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സിയും ഡിയും എല്ലാം വെട്ടിപ്പോവും. ചുരുക്കി പറഞ്ഞാൽ T1/T2 ഈസ് ഈക്വൽ ടു 0.4/0.6 സ്ക്വയർ. ഉണ്ടോ? വലിയൊരു ക്വസ്റ്റിനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് മാറ്റി. T1 ക്വസ്റ്റ്യനിലുണ്ട്, അതിൽ നിന്ന് T2 കണ്ടുപിടിക്കണം. ആണ്ടേ, അല്ല, അതിൽ നിന്ന് T2 - T1 ആണ് ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ അതായത് ഫോമുല നല്ലപോലെ അറിയണം, അപ്രോച്ച് നല്ലപോലെ അറിയണം. അതാണ് ഇങ്ങനത്തെ ഒരു സീരീസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് എൻ്റെ കൂടെ ഒന്ന് കണ്ടുപോയാൽ മതി, പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഡിറ്റർമൈൻ ദ ഷിയർ സ്ട്രെങ്ത് ഇൻ ടേംസ് ഓഫ് എഫക്റ്റീവ് സ്ട്രെസ്. അടുത്ത ചാപ്റ്റർ തുടങ്ങി കേട്ടോ. എഫക്റ്റീവ് സ്ട്രെസ് അത് നമ്മുടെ ഷിയർ സ്ട്രെങ്ത് ചാപ്റ്ററാണ്. ഷിയർ സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ സഹായത്തോടെ. മറ്റേ പ്ലെയിൻ സോൾമേൽ വെറുതെ ടോട്ടൽ നോർമൽ സ്ട്രെസ് തന്നിട്ടുണ്ട് 180. ഓക്കെ, പോർ വാട്ടർ പ്രഷർ തന്നിട്ടുണ്ട് 60. ശരി, എഫക്റ്റീവ് ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. കോഹഷൻ തന്നിട്ടുണ്ട് 15 ആൻഡ് ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് 5. ഓൾസോ കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞിരുന്നുണ്ടോ √3 നിങ്ങൾ 1.7 എടുത്താൽ മതിയെന്ന്. നോക്കാം, ഷിയർ സ്ട്രെങ്തിന് ഇക്വേഷൻ എന്തുവാ? എഫക്റ്റീവ് C⁻ tan phi. ഇവിടെ എഫക്റ്റീവ് സ്ട്രെസ് എടുക്കാൻ കാരണം എന്താ? എഫക്റ്റീവ് ഷിയർ സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് എത്ര? ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ. ടോട്ടൽ സ്ട്രെസ് എത്ര? 180 മൈനസ് പോർ വാട്ടർ 60. അപ്പോൾ 120 ആണ് നമ്മുടെ എഫക്റ്റീവ്. അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. സി തന്നിട്ടുണ്ട് 5. tan 5 tan 30. tan 30 എത്ര? tan 30 1/√3 ആണ്, അതായത് 1/1.7. അത് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് സോൾവ് ചെയ്താൽ മതി. പിന്നെ 1.7 ഒക്കെ എന്ത് ചെയ്യുക? അപ്രോക്സിമേറ്റ് ചെയ്യുക. കറക്റ്റ് ആയതാണ്, ഏകദേശം നല്ല വേരിയേഷൻ വരുന്നുണ്ട് അല്ലേ? അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. സോ ഡോണ്ട് വറി ടു മച്ച്. ഓക്കെ, നെക്സ്റ്റ്, ഡ്രൈ സാൻഡ് സ്പെസിമെൻ ഫെയിൽസ് ഇൻ എ ട്രൈആക്സൽ ടെസ്റ്റ് വെൻ ദ മേജർ ആൻഡ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് വെയർ റെസ്പെക്റ്റീവ്ലി. മേജർ എന്ന് വെച്ചാൽ σ1 തന്നിട്ടുണ്ട് 900 kN/m². മൈനർ തന്നിട്ടുണ്ട് σ3 250 kN/m². ഓക്കെ, ഇഫ് ദ സെയിം സ്പെസിമെൻ ഈസ് ടെസ്റ്റഡ് ഇൻ എ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് അണ്ടർ എ നോർമൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ് എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ C+σ tan phi അല്ലേ? അപ്പോൾ നോർമൽ സ്ട്രെസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സിയും ഫൈയും അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൾസോ ക്വസ്റ്റ്യനിൽ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡ്രൈ സാൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ? C0 ആണ്. അപ്പോൾ സിയും വേണ്ട. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ ക്വസ്റ്റിനകത്ത് 5 കണ്ടുപിടിച്ചാൽ ആൻസർ കിട്ടും. അപ്പോൾ 5 കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ഈ ടേം തന്നിരിക്കുന്നത്. ഇതെന്തുവാ? നമ്മുടെ പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷനാണ്. σ3 tan² αf പ്ലസ് 2c tan αf അല്ലേ? ഇവിടെ ഡ്രൈ സാൻഡ് ആയതുകൊണ്ട് ഇതങ്ങ് പോയി, ഇത് മാത്രം എടുത്താൽ മതി. σ1 തന്നിട്ടുണ്ട്, σ3 തന്നിട്ടുണ്ട്. അതിനകത്ത് tan² αf കണ്ടുപിടിക്കണം. ഇത് ഗേറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വേണം. ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ അവരിത് സിമ്പിൾ ക്വസ്റ്റ്യൻ മീൻസ് സിമ്പിൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് തന്നെ അത് തരത്തുള്ളൂ. അപ്പോൾ tan phi ആൽഫ കണ്ടുപിടിച്ചാൽ എന്താ? ആൽഫ f = 45 + 5/2 അല്ലേ? അപ്പോൾ അതിൽ നിന്ന് 5 കണ്ടുപിടിക്കണം. ഫൈൻഡ് 5 കണ്ടുപിടിച്ചിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ബിക്കോസ് S = നോർമൽ 100 × tan phi. അപ്പോൾ tan phi അവിടെ നിന്ന് കിട്ടുമല്ലോ. 5 അവിടെ നിന്ന് കിട്ടിയാൽ ജസ്റ്റ് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. ശരി, ഇങ്ങനെയാണ് പരിപാടി. ഇതാണ് അപ്രോച്ച് കേട്ടോ. ഇപ്പോൾ 2 ടെസ്റ്റും ഉണ്ട്, ട്രൈആക്സൽ ടെസ്റ്റും ഉണ്ട്, ഡയറക്റ്റ് ഷിയർ ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു ടെസ്റ്റിൽ നിന്ന് അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റർ കണ്ടുപിടിച്ചിട്ട് അത് രണ്ടാമത്തെ ഫോമിൽ എത്തിവിടും. 2 സ്റ്റെപ്പാണ്, 2 മാർക്കിൻ്റെ ചോദ്യമാണിത്. സോ ഗേറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സാമിന് വന്നാൽ, എയുടെ എക്സാമിന് വന്നാൽ രണ്ടാമത്തെ 3ാമത്തെ റൗണ്ടിൽ ഇത് ചെയ്യാവൂ, കാരണം നല്ല ടൈം എടുക്കും ഇത് ചെയ്യാം. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ സാമ്പിൾ ഓഫ് ക്ലേ ഹാസ് എ കോസീവ് സ്ട്രെങ്ത് ഓഫ് 80 kPa, കോസീവ് സ്ട്രെങ്ത് തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 10 ഡിഗ്രി, ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് ക്ലേ അറ്റ് എ നോർമൽ സ്ട്രെസ് ഓഫ് 100. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം, നോർമൽ സ്ട്രെസ് തന്നിട്ടുണ്ട്. ഷിയർ സ്ട്രെസ് = C+σ tan phi. ഓക്കെ, എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കി. ഷിയറിംഗ് റെസിസ്റ്റൻസ് C, കോസീവ് സ്ട്രെങ്ത് 80, അപ്പോൾ 80 പ്ലസ് നോർമൽ സ്ട്രെസ് 100 × tan 10 ഡിഗ്രി. ഓക്കെ, tan 10 0.176. അപ്പോൾ 80 പ്ലസ് നോക്കി ഡയറക്റ്റ് ആയത് 80 പ്ലസ് 100 × tan 10. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ തരും അവർ. 0.176 എന്ന് പറഞ്ഞാൽ എത്ര? 17.6. അപ്പം 80 + 17 97 വരും. ഡയറക്റ്റ് അല്ലേ?
ഡയറക്റ്റ് ആൻസറാണ് 97. ചെയ്യുക പോലും വേണ്ട, ഡയറക്റ്റ്. ഇതൊക്കെ ഫസ്റ്റ് റൗണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ട്രയാക്സിൽ ടെസ്റ്റ് കണ്ടക്ട് ഓൺ എ സോയിൽ സാമ്പിൾ. കോഷൻ തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് ഷിയറിംഗ് റിസ്ക് 5 വാല്യൂ തന്നിട്ടുണ്ട്, സെൽ പ്രഷർ തന്നിട്ടുണ്ട്, ഡീവിയേറ്റർ സ്ട്രെസ് കണ്ടുപിടിക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. വീണ്ടും ട്രയാക്സിൽ ടെസ്റ്റിൻ്റെ ഫോർമുല σ3 tan സ്ക്വയർ ആൽഫ എഫ് പ്ലസ് 2c tan ആൽഫ എഫ്. ഓൾസോ 5 ആണ്, അപ്പോൾ ആൽഫ എഫ് എത്രയാണ്? 45 പ്ലസ് 5/2 അല്ലേ. അപ്പോൾ ആൽഫ എഫ് കണ്ടുപിടിക്കണം. ആൽഫ എഫ് കണ്ടുപിടിച്ചിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. എല്ലാം തന്നിട്ടുണ്ട്, സെൽ പ്രഷർ ഉൾപ്പെടെ തന്നിട്ടുണ്ട്, σ1 കണ്ടുപിടിക്കണം. ഇതല്ല ആൻസർ, ചോദിച്ചതാണ് ഡീവിയേറ്റർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എത്ര? σ1 മൈനസ് σ3 അല്ലേ. അപ്പോൾ ഈ സ്റ്റെപ്പ് ചെയ്യാൻ മറക്കരുത്. ഇതും 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഇതും കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം 36 ആണ്. 36 എന്ന് പറഞ്ഞാൽ 18, ഏകദേശം 63. ആൽഫ എഫ് 63 ഡിഗ്രീസ് ആണ്. അപ്പോൾ ടാൻ 63 ഒക്കെ ചെയ്യേണ്ടി വരും, തരണം അവർ കാൽക്കുലേറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും 60 ഒക്കെ തരത്തുള്ളൂ. അപ്പോൾ ടാൻ 60 ആണെങ്കിൽ എത്ര? ടാൻ 60 ആണ് എളുപ്പം കേട്ടോ, കാരണം അത് √3 ആണ്. അപ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ് 1.7. പക്ഷേ 63 വരുമ്പോഴത്തേനും അത് മാറും. 1.7 മാറിയിട്ട് 1.9 സംതിങ് എക്സ്ട്രാ വരും. അപ്പോൾ അവിടെ ഇച്ചിരി റിസ്ക് ആണ്. അല്ലെങ്കിൽ 1.79 1.8 വന്നാൽ പോലും നല്ല രീതിയിൽ ആൻസർ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് കാൽക്കുലേറ്റർ തന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതും ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും അവർ ഇതുപോലത്തെ എന്തെങ്കിലും ഷോർട്ട് കട്ട് തന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതും സെക്കൻഡ് റൗണ്ടിൽ മാത്രം ചെയ്യുക. അപ്രോച്ച് ഇവൻ പഠിച്ചു വെച്ചേക്ക്. നിങ്ങളോട് ചോദിക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ അവർ തരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഓക്കെ, നിങ്ങളത് ചോദിക്കത്തില്ല. ഓക്കെ, വാട്ട് ഇസ് ലിക്വിഫാക്ഷൻ ബേസിക്കലി? ലിക്വിഫാക്ഷൻ പറഞ്ഞാൽ S = C + σ tan phi. അപ്പോൾ എപ്പോഴെങ്കിലും ഇപ്പോൾ കോഷൻലെസ് സോയിലിന് C 0 ആയിരിക്കും. എപ്പോഴെങ്കിലും നിങ്ങളുടെ σ 0 ആയാൽ ഷിയർ സ്ട്രെങ്ത് നഷ്ടപ്പെടും. അപ്പോൾ σ എപ്പോഴാണ് 0 ആവുന്നത്? അതാണ് ചോദ്യം. ഇപ്പോൾ ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വൈബ്രേറ്ററി ആക്ഷൻ, ഓസിലേറ്ററി, എർത്ത്ക്വേക്ക് പോലുള്ള പെട്ടെന്നൊരു വൈബ്രേഷൻ കാരണം പോർ വാട്ടർ പ്രഷർ ബിൽഡപ്പ് ആവുകയും എഫക്റ്റീവ്നെസ് 0 ആകുമ്പോൾ ഷിയർ സ്ട്രെങ്ത് 0 ആവുന്ന പരിപാടി തന്നെയാണ് ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത്. സോ സാൻഡ് ലൂസസ് ദ ഷിയർ സ്ട്രെങ്ത് ഡ്യൂ ടു ദ ഓസിലേറ്ററി മോഷൻ. ഫസ്റ്റ് തന്നെയാണ്. കാരണം എന്താ? ഓസിലേറ്ററി വൈബ്രേറ്ററി മോഷൻ കാരണം സാൻഡ് സാൻഡ് എന്ന് പറയാൻ കാരണം എന്താ? സാൻഡിലെ C0 അല്ലേ. അപ്പോൾ സാൻഡിലുണ്ടാവുന്ന ഫിനോമിനാണ് ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ A തന്നെയാണ്, വേറെ ഒന്നും വായിച്ച് സമയം കളയണ്ട. ഓക്കെ, അടുത്ത ദിവസം എ നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ സോയിൽ ഫെയിൽഡ് അണ്ടർ മേജർ പ്രിൻസിപ്പിൾസ്. വീണ്ടും σ1 തന്നിട്ടുണ്ട്, 300 kPa. അടുത്ത മൈനർ σ3 തന്നിട്ടുണ്ട്, 100. ഫോർ ദ സെയിം സോയിൽ, അതാണ് ഒരു നല്ല പോയിന്റ്. സെയിം സോയിലിന് ദ മൈനർ പ്രിൻസിപ്പിൾസസ് ഹാഡ് ബീൻ 200, മേജർ പ്രിൻസിപ്പിൾസസ് എന്താവും? σ1 കണ്ടുപിടിക്കണം. എപ്പോഴാണ് അവർ മൈനർ പ്രിൻസിപ്പിൾസസ് മാറ്റി ഇപ്രാവശ്യം. ഓൾസോ 5ൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ 5 എടുക്കണം. ചുരുക്കി പറഞ്ഞാൽ 2 സെറ്റ് ഓഫ് ഇക്വേഷൻ, σ3 tan സ്ക്വയർ ആൽഫ എഫ് പ്ലസ് 2c tan ആൽഫ എഫ്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. അതുപോലെ വീണ്ടും രണ്ടാമത്തെ വാല്യൂ ഇട്ട് കൊടുക്കണം, പ്ലസ് 2c tan ആൽഫ എഫ്. ഈ 2 ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് അറിയാത്ത ഈ σ1 കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഫോർ ദ സെയിം സോയിൽ എന്ന് പറയുമ്പോൾ C and phi കോൺസ്റ്റൻ്റ് ആകുമ്പോൾ സിയും ആൽഫ എഫ് എല്ലാം കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇത് നിങ്ങൾ മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും നോക്കി? മൈനസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോവും. ജസ്റ്റ് 1 - 2 എന്നെടുക്കുക, ഇത് രണ്ടും വെട്ടിപ്പോവും. ജസ്റ്റ് അപ്പോൾ ഇത് മാത്രമേ നോക്കി. σ1 ഫസ്റ്റിലെ, സെക്കൻഡിൽ, σ1 ഫസ്റ്റിലെ മൈനസ് σ2 സെക്കൻഡിലെ ഈക്വൽ ടു ഇത് രണ്ടും മൈനസ് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ അപ്രോച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടുത്തെ മെയിൻ പോയിന്റ് ഇതാ, ഫോർ സെയിം സോയിൽ. അപ്പോൾ വീണ്ടും പറയുന്നു, സോയിൽ സെയിം ആണെങ്കിൽ ദ ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് വിൽ ബി സെയിം. ആ അപ്രോച്ച് വെച്ചിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ എക്സ്കവേഷൻ ഇസ് ടു ബി മെയ്ഡ് ഇൻ പ്യുവർലി കോസി സോയിൽ. അപ്പോൾ അടുത്ത ചാപ്റ്ററായി ഇത് ലാറ്ററൽ പ്രഷർ, എർത്ത് പ്രഷർ ചാപ്റ്ററാണ്. C തന്നിട്ടുണ്ട്, നോക്കി ഡാറ്റ C തന്നിട്ടുണ്ട്, യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്, ഡെപ്ത് ടു വിച്ച് വെർട്ടിക്കൽ സൈഡ്സ് ഓഫ് ദ എക്സ്കവേഷൻ വിൽ റിമെയിൻ സ്റ്റേബിൾ. എത്രത്തോളം വെർട്ടിക്കൽ കട്ട്, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അല്ലേ, പഠിച്ചവർക്ക് അറിയാം. വെർട്ടിക്കൽ ഈ ഡെപ്തിൻ്റെ ഇക്വേഷൻ എത്ര? 4c tan ആൽഫ ഡിവൈഡഡ് ബൈ ഗാമ. അതിനകത്ത് തന്നെ പ്യുവർലി കോസീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പ്യുവർലി കോസീവ് എന്ന് പറഞ്ഞാൽ എത്ര? 50 ആണ്. ആൽഫ എഫ് എത്ര? 45 ആണ്. tan 45 എത്ര? 1 ആണ്. അപ്പോൾ ആൻസർ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 4c ബൈ ഗാമ ചെയ്താൽ മതി. 4 × c എത്ര?
സി 20 ഡിവൈഡ് ബൈ ഗാമ 16. 4 വെട്ടിപ്പോയി 5 ആൻസർ. ഡയറക്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യണേ അത്. അടുത്ത, ബിഹൈൻഡ് എ 6 മീറ്റർ റീറ്റെയിനിങ് വോൾ വിത്ത് വെർട്ടിക്കൽ ബാക്ക്, കോഷൻലെസ് ബാക്ക് ഫിൽ, കോഷൻലെസ് ആണ്, അപ്പോൾ അതിന് എല്ലാം C0. ആംഗിൾ ഓഫ് ഇൻറ്റൽ ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്. ദ ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ വോൾ പെർ മീറ്റർ ലെങ്ത് ഓഫ് ദ വോൾ ഇൻ ആക്റ്റീവ് ആൻഡ് പാസീവ്. ആക്റ്റീവ് കണ്ടുപിടിക്കണം, പാസീവ് കണ്ടുപിടിക്കണം. അപ്പോൾ അതൊരു റിവിഷൻ ആവട്ടെ. കാരണം റീറ്റെയിനിങ് വോൾ നോക്കി, സോയിലുണ്ട്. അപ്പോൾ എങ്ങനെയാ നമ്മൾ ഇവിടുത്തെ ആക്റ്റീവ് എർത്ത് പ്രഷർ ഡയഗ്രാം ഇങ്ങനെയാണ് അല്ലേ. താഴത്തെ വാല്യൂ എത്ര? KA ഇൻറ്റു ഗാമ എച്ച്. KO KP, അത് പാസീവ് ആണ്, KP ഇൻറ്റു ഗാമ എച്ച്. ടോട്ടൽ എർത്ത് പ്രഷർ എത്ര? ടോട്ടൽ എർത്ത് പ്രഷർ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ, ഹാഫ് ഇൻറ്റു KA ഗാമ എച്ച് ഇൻറ്റു ഹൈറ്റ്. ഇത്രേ ഉള്ളൂ, ഞാൻ അതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി പാസീവ് ആകുമ്പോൾ എന്തുവാ? പാസീവ് ഒന്നുമില്ല, ടോട്ടൽ പാസീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ K മാറിയിട്ട് KP ആക്കിയാൽ മതി, KP ഇൻറ്റു ഗാമ എച്ച് സ്ക്വയർ. ഇത്രേ ഉള്ളൂ. KP ഒക്കെ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, 5 ആണ്. K എന്തുവാ? 1 മൈനസ് സൈൻ 5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ 5. സൈൻ 30 അറിയാലോ, 1/2. ഓക്കെ, അത് ചെയ്തേക്കാം. 1 മൈനസ് 1/2 ഡിവൈഡ് ബൈ 1 പ്ലസ് 1/2 അല്ലേ. 0.5 ഡിവൈഡ് ബൈ 1.5 ഈക്വൽ ടു 1/3 ആണ് KP എന്തോ ജസ്റ്റ് റെസിപ്രോക്കൽ KP 3 ആയിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഇതൊക്കെ പഠിച്ചവർക്ക് ഈസിയാണ്, ഡയറക്റ്റ് ആണ്. ഇതൊക്കെ ഒത്തിരി വട്ടം നമ്മൾ പറഞ്ഞാണ് ക്ലാസ്സിലൊക്കെ, ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, വെരി ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, റീറ്റെയിനിങ് വോൾ സെയിം. റീറ്റെയിനിങ് വോളിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ബാക്ക് ഫിൽ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അസ്യൂം ദാറ്റ് ടെൻഷൻ ക്രാക്സ് മേ ഡെവലപ്പ്. യെസ്, ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ആയാൽ നിങ്ങൾക്കറിയാം ആക്റ്റീവ് പ്രഷറിൽ, എസ്പെഷ്യലി കോഹസീവ് സോയിൽസിൽ പ്രഷർ വേരിയേഷൻ ഡയഗ്രം ഓർമ്മയുണ്ടോ? ഇങ്ങനെയാണ് കേട്ടോ, ഒരു മൈനസ് സൈൻ ഉണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്. ഇവിടുത്തെ ഓർമ്മയുണ്ട് എത്ര? സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു KA ഇൻറ്റു സിഗ്മ വി മൈനസ് 2C ഇൻറ്റു റൂട്ട് KA. ഇതാണ് ഇക്വേഷൻ. അപ്പം ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ആയാലും താഴത്തെ ഈ ബേസ് ഉണ്ട്, ഇവിടുത്തെ സ്ട്രെസ് മാറത്തില്ല. ഇവിടെ ഒരു കാര്യമുണ്ട്, ആക്റ്റീവ് ത്രസ്റ്റ് എന്നേ പറഞ്ഞിട്ടുള്ളത് യൂണിറ്റ് കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ അവിടെ ഒന്ന് കെയർഫുൾ ആവുക. കിലോന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്, അപ്പം ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രമാണ് എടുക്കേണ്ടത്. പക്ഷേ ഓപ്ഷൻസിൽ ഇവിടെ എല്ലാം നോക്കി കിലോമീറ്റർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ സ്ട്രെസ് വാല്യൂ, മാക്സിമം സ്ട്രെസ് വാല്യൂ മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് കണ്ടുപിടിക്കുന്നത്, അല്ലാതെ മുമ്പത്തെ ചെയ്ത പോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എടുക്കണ്ട. നോക്കുക, നല്ല ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ഇത് കണ്ടോ, കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോമീറ്റർ പെർ മീറ്റർ ഫോഴ്സാണ്, അതുകൊണ്ടാണ് ഏരിയ എടുത്തത്, ഹാഫ് ഇൻറ്റു ബേസിൻ്റെ. ഇവിടെ അങ്ങനെയല്ല, കിലോമീറ്റർ പെർ മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് ആ പെർട്ടിക്കുലർ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഒന്നുമില്ല, അവിടെ വാല്യൂ ഉണ്ട്, അത് ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്താൽ മതി. പക്ഷേ ഇവിടെയും 515 ഡിഗ്രി ഒക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വേണ്ടി വരും. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, ഗേറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഞാൻ മുമ്പേ നമ്മൾ ചെയ്ത പോലെ മറ്റേ 530 നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും നമ്പർ മാത്രമേ അവർ തരത്തുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ പറയേണ്ട. അപ്രോച്ച് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റൻ എടുത്തത്. അതായത് ഈ ക്വസ്റ്റിന് നിങ്ങൾ ഇവിടുത്തെ പെർട്ടിക്കുലർ സ്ട്രെസ് വാല്യൂ മാത്രമേ എടുക്കാവൂ. ഇനി മൈനസ് വരാൻ കാരണം ഇത് ആക്റ്റീവ് എർത്ത് പ്രഷറാണ്, അവിടെ മൈനസ് ഉണ്ട്. ഇത് പഠിച്ചവർക്ക് അറിയാം. പാസീവ് ആണെങ്കിൽ ഈ മൈനസ് മാരിയുടെ പ്ലസ് ആക്കണം. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റൻ നോക്കാം. A vertical wall 6 meter high with a smooth back retains pure and dry sand. Dry sand ആണ്. Level of sand is horizontal and C0 ആണ്. നമുക്കറിയില്ല, സാൻഡ് C0 ആണ്. 5 തന്നിട്ടുണ്ട്, ഗാമ തന്നിട്ടുണ്ട്. ആക്റ്റീവ് പ്രഷർ അറ്റ് ദ ബേസ് എന്ന് ഇവർ ഇപ്പോൾ ഇവിടെ അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അറ്റ് ദ ബേസ് ആണെന്നുള്ളത്. വോളിൻ്റെ ബേസിലുള്ള ആക്റ്റീവ് പ്രഷർ. അപ്പോൾ ഇവിടുത്തെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് നോക്കി, കിലോമീറ്റർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ പിന്നെ എളുപ്പമാണ്, കഴിഞ്ഞ ക്വസ്റ്റിനായിട്ട് എളുപ്പമാണ്, കാരണം സാൻഡാന്ന് പറയുന്നുണ്ട്. അപ്പം ആക്റ്റീവ് ആണെങ്കിലും നോക്കിയേ, K ഇൻറ്റു സിഗ്മ വി മൈനസ് 2C റൂട്ട് KAൻ്റെ ആവശ്യമില്ല, കാരണം എന്താ, ഇതങ്ങ് പോകും, C0 ഉണ്ട്. ജസ്റ്റ് ഇത് മാത്രം മതി. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. അത് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ ഇത് എളുപ്പമാണോ, ഇത് എപ്പം ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇതും കൂടെ ക്ലിയർ ആയാലും നമുക്കൊരു ടോപ്പ് റാങ്കർ ആവാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അനലൈസ് ചെയ്യുക. 2 ക്വസ്റ്റ്യൻ, അതേ ഞാൻ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എടുത്തതിൻ്റെ റീസൺ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്, ചെയ്യാൻ വേണ്ടിയിട്ടല്ല, കാരണം ഇത് ഭയങ്കര എളുപ്പമാണ്, ഇത് പെട്ടെന്ന് കിട്ടും, മുമ്പത്തെ പോലെ അല്ല. ഓക്കെ, അടുത്ത ഫെയിലർ പ്ലെയിൻ ബിഹൈൻഡ് വെർട്ടിക്കൽ വാൾ ഇൻ ദ പാസീവ് പ്രഷർ കേസ് ഈസ് ഇൻക്ലൈൻ ടു ദ ഹൊറീസോണ്ടൽ. സി, പാസീവ് ആക്റ്റീവ് തമ്മിലുള്ള വ്യത്യാസം നോക്കി. ഫെയിലർ പ്ലെയിൻ ഇങ്ങനെ ആണെങ്കിലും നമ്മുടെ ആക്റ്റീവിൽ
സിഗ്മ 1 സിഗ്മ 3യും എവിടെ ആണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആക്റ്റീവ് കേസിൽ ഇത് തന്നെയാണ്, സിഗ്മ 1 വെർട്ടിക്കലും സിഗ്മ 3 ആണ് മൈനർ. അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ ഫെയറൽ പ്ലെയിൻ ഇവിടെ ആയിരിക്കും. ഇതാണ് ഫെയറൽ പ്ലെയിൻ. ആൽഫ എഫ് ഇസ് ഈക്വൽ ടു 45 + 5/2. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ നോക്കി, ഇത് പാസീവിൽ നേരെ തിരിച്ചു വരും. നേരെ തിരിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ വരയ്ക്കാം. അപ്പോൾ ഈ ഒരു എലമെൻറ്റ് ഇതാണ് സിഗ്മ 3, ഇവിടെ ഈ സൈഡിൽ നിന്ന് വരുന്നതാണ് സിഗ്മ 1. അപ്പോൾ എന്താ പ്രശ്നം? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ആൽഫ എഫ് ഇപ്രാവശ്യം ഇവിടെയാണ് വരുന്നത്. നോക്കി കണ്ടോ? അപ്പം അതായത് 90 മൈനസ് നോക്കി 90 മൈനസ് 45 + 5/2 എന്നുള്ള രീതിയിലാണ്. അതായത് 45 മൈനസ് 5/2 ആയിരിക്കും ആൻസർ. കണ്ടോ? 45 മൈനസ് 5/2 ആണ് ആൻസർ. സോ ഓപ്ഷൻ എ വരും ആൻസർ. കാരണം ഇത് ഇൻക്ലൈൻ ടു ദ ഹൊറീസോണ്ടലാണ് ചോദിച്ചേക്കുന്നത്. കാരണം ഇവിടെ ആൽഫ എഫ് 45 + 5/2, പക്ഷെ അവർക്ക് വേണ്ട എന്താണ്? ഈ വാല്യൂ ആണ് വേണ്ടത്. അതുകൊണ്ടാണ് 90 മൈനസ് ചെയ്തത് കേട്ടോ, മറക്കല്ലേ, വളരെ കെയർഫുൾ ആവുക. 90 മൈനസ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ അവർക്ക് വേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറീസോണ്ടലാണ്. ഇതൊന്ന് കെയർഫുള്ളായിട്ട് പഠിക്കണം. യെസ്, നമുക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 45 കറക്റ്റ്. ഓക്കെ, അടുത്ത് എർത്ത് ആൻഡ് എംബാങ്ക്മെൻറ്റ് ഇസ് ഫൗണ്ടഡ് ഓൺ എ പെർവിയസ് എന്ന് ഉദ്ദേശിച്ചുണ്ട്. പെർവിയസ് ഫൗണ്ടേഷൻ ഫ്ലോനെറ്റിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ, CPI അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻ. 6 ഫ്ലോ ചാനലുണ്ട്, 18 ഇക്വിപൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ട്. 6 ഫ്ലോ ചാനൽ, 6 ഫ്ലോ ചാനൽ, 18 ഇക്വിപൊട്ടൻഷ്യൽ ഡ്രോപ്പ്. ഹെഡ് ഓഫ് ദ വാട്ടർ തന്നിട്ടുണ്ട്. ഹെഡ് ലോസ് ഡ്യൂറിങ് സീപ്പേജ് 6 മീറ്റർ. കോഎഫിഷ്യന്റ് പെർമിറ്റിവിറ്റി K വാല്യൂ തന്നിട്ടുണ്ട്. CPI ലോസ് ഡയറക്റ്റ് ഇക്വേഷൻ ഏതാ? Q = KH NF / ND അല്ലേ, ഡയറക്റ്റ് ആണ്. NF എത്രയാണ്? നമ്പർ ഓഫ് ഫ്ലോ ചാനൽസ് 6, നമ്പർ ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ ഡ്രോപ്പ് 18. അപ്പോൾ ഷേപ്പ് ഫാക്ടർ 6/18. K തന്നിട്ടുണ്ട്, H എല്ലാം തന്നിട്ടുണ്ട്. ചുമ്മാ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഒൺലി തിങ് ഒന്ന് കെയർഫുൾ ആവുക, ഓപ്ഷൻസ്. അടുത്ത ഓപ്ഷൻസ് K വാല്യൂ എന്നൊക്കെ നോക്കിയാൽ മീറ്റർ പെർ മിനിറ്റാണ്, പക്ഷേ ഇവിടെ മീറ്റർ ക്യൂബ് പെർ ഡേ ആണ്. അപ്പം നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇതെല്ലാം ഇൻറ്റു ചെയ്തിട്ട് അതിനെ ഡേയിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. പെർ മിനിറ്റിലാണ്, മിനിറ്റിനെ ഡേയിലോട്ട് അങ്ങനെ ഡേയിലോട്ട് അവറിലാക്കണം 60, പിന്നെ 24 hours. ഓക്കെ, ജസ്റ്റ് യെസ്. അടുത്ത് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് കോഴ്സ് സാൻഡ്, കോമ്പാക്ട് ആൻഡ് ഡ്രൈ. ഇത് എക്സ്ട്രാ പോയിന്റ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് എടുത്തൊരു ക്വസ്റ്റനാണ്. അക്കോർഡിംഗ് ടു NBC കോഴ്സ് സാൻഡ്, കോമ്പാക്ട്, ഡ്രൈ സാൻഡൊക്കെ ഇതങ്ങ് പഠിച്ചു വെച്ചേക്കാം. ബെയറിംഗ് കപ്പാസിറ്റിയുടെ വാല്യൂ 440 kN/m² ആണ്. അങ്ങ് പഠിച്ചു വെച്ചേക്കണേ. കാരണം ഫൈൻ സാൻഡൊക്കെ ആണെങ്കിൽ 100 വരത്തുള്ളൂ, 100 kN/m² വരത്തുള്ളൂ. ഓക്കെ, ഇത് എന്താണ്? കോഴ്സ് സാൻഡ് ആണ്, കോമ്പാക്റ്റ് ആണ്, കുറച്ചുകൂടെ ശക്തിയാണ്. അപ്പോൾ 440 വരെയൊക്കെയാണ് അതിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി വരുന്നത്. ഓക്കെ, അടുത്ത SPTയുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. SPT ഇത് പഠിച്ചവർക്ക് വളരെ എളുപ്പമാണ്. SPTയിൽ നിന്ന് ആ നമ്പർ അല്ലേ, സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റിൽ നിന്ന് ആ നമ്പറിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടുക? ഒബ്സർവേഷനിൽ നിന്ന് ഹൗ ടു ഫൈൻഡ്, അത് തന്നെ അവർ ഉദ്ദേശിക്കുന്നത്. ഹൗ ടു ഫൈൻഡ് ദ SPN, സ്റ്റാൻഡേർഡ് പെനട്രേഷൻ നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, പഠിച്ചവർക്ക് അറിയാം, ആദ്യത്തെ ഒരു 150 mm നമ്മൾ ബ്ലോ ചെയ്യുന്നത് നമ്മൾ കൗണ്ട് ചെയ്യത്തില്ല, അതൊരു സീറ്റിംഗ് ലോഡ് പോലെ. അവസാനത്തെ ഈ ഒരു 30 cm അല്ലെങ്കിൽ 300 mm കറസ്പോണ്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ബ്ലോസ്. അപ്പം രണ്ടും കൂട്ടണം, N1 + N2, അതായത് 8 + 10 18 ആൻസർ. ഇത് പഠിച്ചവർക്കറിയാം, ഡയറക്റ്റ് ആണ്. 18 അല്ലെ, 18 ആണ് ആൻസർ. ഓപ്ഷൻ C ആണ് ആൻസർ വരുന്നത്. അടുത്ത് റാങ്കൈൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എത്ര? മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ്റെ ഇക്വേഷൻ എത്ര? മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഇക്വേഷൻ QU/γ × 1 - sin φ / 1 + sin φ (²). ഇതൊക്കെ ഡയറക്റ്റ് അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇട്ട് കൊടുത്താൽ മതി. sin φ 1/3 ആണെന്ന് പോലും അവർ പറയുന്നുണ്ട്. ജസ്റ്റ് ചുമ്മാ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ ഡയറക്റ്റ് ആൻസർ കിട്ടും. വെരി ഈസി, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഈ ചെയ്യണം. അടുത്ത് 2 സർക്കുലർ ഫൂട്ടിംഗ് ആണ്, ഡയമീറ്റർ D1 ആൻഡ് D2 ആർ റെസ്റ്റിംഗ് ഓൺ ദ സർഫസ്. ഓക്കെ, ആർ ബെയറിംഗ് കപ്പാസിറ്റി ചാപ്റ്റർ ആണ്. റെസ്റ്റിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ സെയിം പ്യുവർലി കോസി സോയിൽ, ദ റേഷ്യോ ഓഫ് ദിയർ ബെയറിംഗ് കപ്പാസിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന് എത്ര? CNC + QNQ + 0.5 Bγ Nγ അല്ലേ. സർക്കുലർ ഫൂട്ടിങ്ങിൻ്റെ ചോദ്യം അത് എത്ര? സർക്കുലർ ഫൂട്ടിങ് എത്ര? 1.3 CNC + QNQ + 0.3 Bγ Nγ. സ്ക്വയർ ആണെങ്കിലോ ഇത് തന്നെ സെയിം ആണ്. 0.3 മാറിയിട്ട് 0.4 ആക്കണം. റെക്റ്റാങ്കിൾ ആണല്ലോ 1.0.2 0.3 B/L അറിയാമല്ലോ, ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ സർക്കിളാണ്, അപ്പോൾ ഈ ഇക്വേഷൻ എടുക്കാം. മാത്രമല്ല പ്യുവർലി കോസി ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, NC എത്ര? 5.7, NQ
എൻ ക്യൂ 1 ആണ്, എൻ ഗാമ എത്ര 0 അപ്പോൾ ഇതങ്ങ് പോകും അല്ലേ. പിന്നെ രണ്ട് ഇക്വേഷനിൽ ക്യൂ എന്തുവാ, ക്യൂ ഇസ് ഗാമ ഇൻറ്റു ഡി എഫ്, ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. ഇവിടെ ഒരു പരിപാടി റെസ്റ്റിംഗ് ഓൺ ദ സർഫസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡി എഫ് 0, ഡെപ്ത് 0 അപ്പോൾ ക്യൂ 0, ഇതും പോയി. ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് വിൽ ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ 1.3 CNC. ഓക്കെ, എൻ സിയുടെ വാല്യൂ 5.7. രണ്ട് ഫൂട്ടിംഗ് ആണെങ്കിൽ അവർ പറയുന്നത് സെയിം പ്യുവർലി കോസൈ സോയിലാണ്. സെയിം സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സി സെയിമാണ്. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ രണ്ടും സെയിം ആണ്, രണ്ടും വെട്ടിപ്പോവും. അതായത് റേഷ്യോ ഓഫ് ദർ അൾട്ടിമേറ്റ് ഗ്രോസ് ബെയറിംഗ് അപ്പോൾ രണ്ടും വെട്ടിപ്പോകുന്നതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി 1. ഓക്കെ, കാരണം സി വ്യത്യാസം ഇല്ലല്ലോ. വേറെ സോയിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതിയായിരുന്നു. സോ ആൻസർ വിൽ ബി 1. അടുത്ത, ഇഫ് വാട്ടർ ടേബിൾ റൈസസ് ടു ദ ഗ്രൗണ്ട് ലെവൽ ഓഫ് എ ഫൂട്ടിംഗ് ഓഫ് എ കോഷൻലെസ് സോയിൽ ഉണ്ട്. ഇത് ഓരോ ക്ലൂ ഇട്ടായിരുന്നുണ്ടോ, ബെയറിംഗ് കപ്പാസിറ്റി എത്രത്തോളം ആവുന്നതാണ്. വീണ്ടും ബെയറിംഗ് കപ്പാസിറ്റി ഇക്വേഷൻ നോക്കി, CNC പ്ലസ് QNQ പ്ലസ് 0.5 B ഗാമ N ഗാമ. വെള്ളം കംപ്ലീറ്റ്ലി മുകളിലോട്ട് വരുമ്പോൾ ഗാമ ഡാഷ് ആവും. പക്ഷേ കോഷൻലെസ് ആയതുകൊണ്ട് ആദ്യമേ ഇതങ്ങ് പോകും. ക്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗാമ ഡാഷ് ഇൻറ്റു DNQ പ്ലസ് 0.5 B ഗാമ ഡാഷ് N ഗാമ. അതായത് വി നോ ദാറ്റ് ഗാമ ഡാഷ് അപ്രോക്സിമേറ്റ്ലി ഗാമയുടെ പകുതിയാണുള്ളത്. ഏകദേശം മുമ്പത്തേനെക്കാട്ടി പകുതിയായിട്ട് കുറയും എന്നുള്ളതാണ്. എപ്പോഴേ പറയാൻ പറ്റൂ, CNC 0 ആയതുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് കോഷൻലെസ് എന്ന് ക്വസ്റ്റ്യനുള്ളത്. സോ ബെയറിംഗ് കപ്പാസിറ്റി റെഡ്യൂസസ് ടു ഹാഫ്, പകുതിയായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. കാരണം വെള്ളം കയറുന്നതിനനുസരിച്ച് എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് കുറയും, അത് പകുതിയാവും. കാരണം ഗാമ സബിൻ്റെ വാല്യൂ ഗാമ സാറ്റിൻ്റെ ഏകദേശം പകുതിയാണ്. ഫോർ എക്സാമ്പിൾ ഗാമ സാറ്റ് 20 ആണെന്ന് വിചാരിക്കും. ഗാമ ഡബ്ല്യു എത്ര നമ്മൾ എടുക്കുന്നത് 10 ആയിട്ടല്ലേ. അപ്പോൾ 20 - 10, അപ്പോൾ ഗാമ ഡാഷ് എന്ന് പറഞ്ഞാൽ 10 ഉണ്ടോ. ഗാമ സാറ്റിൻ്റെ ഏകദേശം പകുതിയേ ഉള്ളൂ. ഏകദേശം പറയാൻ കാരണം ഗാമ ഡബ്ല്യു എപ്പോഴും 10 അല്ലല്ലോ, 9.81 അല്ലേ. അതുകൊണ്ടാണ് അപ്രോക്സിമേറ്റ്ലി പകുതി എന്ന് പറയുന്നത്. റെഡ്യൂസസ് ടു ഹാഫ് എന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ പൈൽ ഗ്രൂപ്പിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓഫ് 9 ഫ്രിക്ഷൻ പൈൽസ് ഓഫ് 300 mm ഡയമീറ്റർ 10 meter ലെങ്ത് ഡ്രിവൺ ഇൻ ക്ലേ. ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് ഇൻ ബോത്ത് ഡയറക്ഷൻസ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട്. സേഫ് ലോഡ് ഫോർ പൈൽ ഗ്രൂപ്പിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യാം അല്ലേ. പൈൽ ഗ്രൂപ്പിൻ്റെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ റിവൈസ് ചെയ്യാം. 9 പൈൽസ് ഉണ്ട്. അപ്പോൾ ആദ്യം എങ്ങനെ വരുമെന്ന്, ഇത് ഗേറ്റിൻ്റെ 2 മാർക്സ് ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ 9 പൈൽസ് തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. എസ് ആയിട്ട് എടുക്കാം. ഡയമീറ്റർ തന്നിട്ടുണ്ട്, D ആയിട്ട് എടുക്കും. അപ്പോൾ ഒന്ന് ഇത് ബ്ലോക്ക് ഷിയർ, അതായത് ഇത് മൊത്തത്തിൽ ഒരുമിച്ച് അങ്ങ് ഫെയിൽ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്, എങ്ങനെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. ഏത് പൈലിൻ്റെ ആണെങ്കിലും ഒരു പൈലിൻ്റെ N ബെയറിംഗ്, അതായത് FB × AB പ്ലസ് സ്കിൻ ഫ്രിക്ഷൻ AS × FS, ഇതാണ് ബേസ് ഇക്വേഷൻ. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യണം. ഒന്ന് പൈൽ ഗ്രൂപ്പായിട്ട് ഫെയിലാവും, പൈൽ ഗ്രൂപ്പ്. ഒന്ന് ഇൻഡിവിജ്വൽ ഫെയിലിയർ, അതായത് 9 എണ്ണം ഉണ്ടല്ലോ, ഒരെണ്ണത്തിൻ്റെ ഫെയിലിയർ ലോഡ് കണ്ടുപിടിച്ചാൽ × 9 ചെയ്താൽ കിട്ടും, അതും പൈൽ ഗ്രൂപ്പാണ്. ഇതിൽ ഏതാണോ മിനിമം അതാണ് ആൻസർ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻഡിവിജ്വൽ ഫെയിലിയർ, അതായത് ഒരെണ്ണത്തിൻ്റെ ഫെയിലിയർ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം Q = FB × AB എന്നല്ലേ, അതുപോലെ FS × AS. FB എന്ന് പറഞ്ഞാൽ എന്തുവാ, ബെയറിങ്ങിൻ്റെ സ്ട്രെസ്സാണ്. അപ്പോൾ ഇവിടെ ബെയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് എൻഡ് ബെയറിംഗ് ഇവിടെ നിന്ന് വരുന്നത്. അപ്പോൾ അവിടെ CU × NC എന്ന് പറയുന്ന ഒരു എക്വേഷനിലോട്ടാണ് ചെയ്യേണ്ടത്. AB എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബെയറിംഗ്, അപ്പോൾ π/4 × d² ആണ്, പ്ലസ് FS സ്കിൻ ഫ്രിക്ഷൻ സൈഡിൽ നിന്നുള്ള, അത് α × C ബാർ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്, × πdl. ഇത് ചെയ്യണം. പക്ഷേ ക്വസ്റ്റ്യനിൽ നോക്കി 9 ഫ്രിക്ഷൻ പൈൽസ് എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഫ്രിക്ഷൻ പൈൽസ് എന്ന് പറഞ്ഞാൽ അവിടെ N ബെയറിംഗ് ഇല്ല. അപ്പോൾ ഇത് സാധാരണ കേസിലാണ് ചെയ്യുന്നത്. ഇത് ഈ ക്വസ്റ്റ്യൻ 1 മാർക്കിലുള്ളൂ, ഇത്രയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ കൺവീനിയൻ്റ്ലി ഇത് നെഗ്ലക്റ്റ് ചെയ്യാനാണ്, അതായത് ബെയറിംഗ് നെഗ്ലക്റ്റ് ചെയ്യാനാണത് പറഞ്ഞത്. അപ്പോൾ ഇതെന്ത് ചെയ്താൽ മതി, Q = ഇത് മാത്രം ചെയ്താൽ മതി നിങ്ങൾ × πdl. ഇവിടെ അഡേഷൻ ഫാക്ടർ ആൽഫ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ, 0.6, അത് ഇട്ട് കൊടുത്താൽ മതി. C വാല്യൂ πd എല്ലാം തന്നിട്ടുണ്ട്, ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി. ഒള്ളി തിങ് ഇതുപോലെ 9 എണ്ണം ഉണ്ട്, ഇൻഡിവിജ്വൽ ഫെയിലറാണ്.
അപ്പോൾ ടോട്ടൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു QU. ഓക്കെ, ഇനി ബ്ലോക്ക് ഷിയർ, അതായത് ഗ്രൂപ്പായിട്ട് ഫെയിൽ ചെയ്യുമ്പോൾ, ഗ്രൂപ്പായിട്ട് ഫെയിൽ ചെയ്യുമ്പോൾ ബ്ലോക്ക് ഷിയർ ഫെയിലിയർ പോലെ സെയിം ഇക്വേഷനാണ്. പക്ഷേ എങ്ങനെ ചെയ്യണ്ടേ? ഇവിടെ ഏരിയ എന്ന് പറയാം, ഞാനിവിടെ വരച്ചില്ലായിരുന്നു. ടോട്ടൽ ഇത്രയും ഏരിയയിൽ ഒരു ബ്ലോക്കായിട്ട് ഫെയിൽ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ വാല്യൂ കണ്ടുപിടിക്കണം. സ്ക്വയറിൻ്റെ വിഡ്ത്ത് ബി ആണെന്ന് വിചാരിക്കുക. ബി എങ്ങനെ കണ്ടുപിടിക്കും നോക്കിയേ. 2 ഇൻറ്റു എസ് പ്ലസ് D/2 പ്ലസ് D/2. ഞാൻ ഇവിടെ ബി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എസ് പ്ലസ് D/2 പ്ലസ് D/2. അതായത് ചുരുക്കി പറഞ്ഞാൽ 2s പ്ലസ് ഡി ചെയ്താൽ പി കിട്ടും. അപ്പം പറഞ്ഞേ അതിൻ്റെ എൻഡ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്ക്വയറിൻ്റെ ഏരിയ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചവർക്ക് ഇത് കണക്റ്റ് ആവത്തുള്ളേ, കാരണം നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവല്ലേ. അപ്പം എൻഡ് ബെയറിംഗ് ചെയ്യുമ്പോൾ എന്തുവാ? ആ സ്ക്വയറിൻ്റെ ഏരിയ മാത്രം ചെയ്താൽ മതി. അത് ബി സ്ക്വയർ. അതേപോലെ സ്കിൻ ഫ്രിക്ഷൻ സൈഡ് പെരിഫർ എത്ര? 4 ഇൻറ്റു ബി ഇൻറ്റു എൽ. പക്ഷേ ഇവിടെ സ്കിൻ ഫ്രിക്ഷൻ ഇവിടെയും വേണ്ട, അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ബെയറിംഗ് മാത്രം മതി. അപ്പോൾ ഇവിടെ സെയിം ഫോമുല CU ഇൻറ്റു NC ഇൻറ്റു AB അത്രയും ചെയ്താൽ മതി. ഇനി NC ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ NC 9 ആണ് എടുക്കേണ്ടത്. ഇത് ഗ്രൂപ്പ് ഫെയിലിയർ. അപ്പോൾ ഇത് ഗ്രൂപ്പിൻ്റെ ഇവിടെ കണ്ടുപിടിക്കാം. ഫസ്റ്റ് കേസിൽ ഓൾറെഡി നമ്മളിവിടെ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് രണ്ടിൻ്റെ മിനിമം ഏതാണോ അതാണ് എടുക്കേണ്ടത്, അത് മറക്കല്ല. ഫൈനൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദ മിനിമം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കേസ്. എന്നിട്ട് സേഫ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇത്രയും ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ 2-3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇത് വರ್ತല്ല. നമ്മൾ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ചെയ്യരുത്. ഇത് തേർഡ് റൗണ്ടിൽ മാത്രമേ ചെയ്യാവൂ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നെ, കാരണം ഇറ്റ് വിൽ ടേക്ക് സോ മച്ച് ഓഫ് ടൈം. ഇത് പറയാൻ തന്നെ ഇത്ര എടുത്തു അല്ലേ? ഇപ്പോൾ ചെയ്യണമെങ്കിൽ അതിനെക്കാട്ടി ടൈം എടുക്കും. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റിൽ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാവൂ. കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തത്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ ഗ്രോസ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് എ സ്ട്രൂ ഫൂട്ടിംഗ് ഇസ് 1.5 located at a depth of 1 meter in clay is 400. അപ്പോൾ ഗ്രോസ് ബെയറിംഗ് കപ്പാസിറ്റി തന്നിട്ടുണ്ട് 400. ഇറ്റ്സ് നെറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. നെറ്റ് ബെയറിംഗ് ഈക്വൽ ടു ഗ്രോസിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഗാമ ഡി കുറച്ചാൽ മതി അല്ലേ? ഗ്രോസ് 400 മൈനസ് ഗാമ എത്ര? 20 ഇൻറ്റു 1, അപ്പോൾ 380. കണ്ടോ, ഒരേ ചാപ്റ്ററിൽ നിന്ന് തന്നെ എത്രത്തോളം വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ നോക്കി. ഇതൊക്കെ ഒറ്റ അടി കിട്ടും 1 മാർക്ക്. അതാ പറഞ്ഞ് എല്ലാത്തിനും ഒരു മാർക്കാണ് അൺഫോർച്ചുനേറ്റ്ലി. അപ്പം ഏത് ക്വസ്റ്റ്യൻ എപ്പം ചെയ്യണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. എക്സാം ഹോളിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അടുത്ത് നോക്കിയാൽ അത് പൈലോട്ട് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. പൈലോട്ട് ടെസ്റ്റ്. ഈ പൈലോട്ട് ടെസ്റ്റും പ്ലേറ്റ് ലോഡ് ടെസ്റ്റും ഒന്ന് നോക്കിയിട്ടേ പോവാവേ. ഞാൻ കഴിഞ്ഞ മാരത്തോണിനകത്ത് പ്ലേറ്റ് ലോഡ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ എടുത്തായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പൈലോട്ട് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ എടുത്തേക്കുന്നത്. ചോദ്യം ഇതാണ്: എത്രത്തോളം വർക്കിംഗ് പൈലിൽ എത്രത്തോളമാണ് നിങ്ങൾക്ക് ലോഡ്, മാക്സിമം ടെസ്റ്റ് ലോഡ് എത്രത്തോളം ഇടാൻ പറ്റും എന്നുള്ളത്. ഇത് പറയണമെങ്കിൽ നമുക്ക് പൈലോട്ട് ടെസ്റ്റിലെ ഡിസൈൻ ലോഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് അറിയുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഡിസൈനിൽ പറയുന്നത് നോക്കി, നിങ്ങൾ വർക്കിംഗ് പൈലിൽ ഇട്ടേക്കുന്ന മാക്സിമം ലോഡിൻ്റെ 2/3 ആണ് ഡിസൈൻ ലോഡ് എടുക്കേണ്ടത്. ചോദിച്ചേക്കുന്നത് എന്താണ്? ഈ മാക്സിമം ലോഡാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താ തിരിച്ച് ചെയ്യണം? 3/2 ഓഫ് ഡിസൈൻ ലോഡാണ് ഇവിടുത്തെ മാക്സിമം ലോഡ്. ഓക്കെ, 1.5 ടൈംസ് ഓഫ് ദ ഡിസൈൻ ലോഡ്. ഇനി ഇത് മാത്രമല്ല, ഇതും പഠിച്ചു വെച്ചേക്കാം. 50% ഓഫ് ദ മാക്സിമം ലോഡ് അറ്റ് 10% സെറ്റിൽമെൻറ്റ്. അതായത് സെറ്റിൽമെൻറ്റ് എപ്പോഴാണ്? ഡയമീറ്റർ, പയൽ ഡയമീറ്ററിന് 10% കറസ്പോണ്ട് ചെയ്തിട്ടുള്ള മാക്സിമം ലോഡിൻ്റെ 50% ഡിസൈൻ ലോഡായിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ 3 കേസുണ്ട്, ഇതിൽ ഏതാണോ മിനിമം അതാണ് ഡിസൈൻ ലോഡായിട്ട് എടുക്കേണ്ടത്. ഇതെല്ലാം പൈലോട്ട് ടെസ്റ്റിൽ പഠിക്കുന്നതാണ്. അടുത്ത അണ്ടർ റിയൂണ്ട് പൈലാണെങ്കിൽ ബൾബ് ഏരിയയുടെ 7.5% ഉണ്ടല്ലോ, അത് സെറ്റിൽമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡിൻ്റെ 50% നമ്മൾ ഡിസൈൻ ലോഡായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ തിരിച്ച് തന്നിരിക്കുന്നത് എന്തോ അറിയോ? ഡിസൈൻ ലോഡിന് തന്നിട്ട് നമ്മൾ എത്രയാണ് മാക്സിമം ലോഡ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദ്യം. അപ്പോഴും ഈ ഐ സ്കോർഡ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് അറിയാവുന്നവർക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പൈൽസ് യൂസ് ടു ട്രാൻസ്ഫർ ലോഡ് ത്രൂ വാട്ടർ ഓർ സോയിൽ. നോക്കിയേ, നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഒരു പൈൽ എങ്ങനെയൊക്കെയാണ് സ്കിൻ ഫ്രിക്ഷൻ ഉണ്ട്, എൻഡ് ബെയറിംഗ് ഉണ്ട് അല്ലേ. പക്ഷേ ഇവിടെ വെള്ളം ഉണ്ടെങ്കിലേ, വാട്ടർ ഉണ്ടെങ്കിൽ ഈ സ്കിൻ ഫ്രിക്ഷനെ നമുക്ക് റിലേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അപ്പോഴാണ് എന്തുവാ പ്യുവർലി ബെയറിംഗ്, എൻഡ് ബെയറിംഗ് പൈലിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെള്ളമോ അല്ലെങ്കിൽ വാട്ടർ ബെയറിംഗ് സ്ട്രാറ്റ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ എൻഡ് ബെയറിംഗ് പൈൽ. മറക്കരുത്. അടുത്ത് റാഫ്റ്റ് ഫൗണ്ടേഷൻ്റെ ഡിഫറൻസ് സെറ്റിൽമെൻറ്റും മാക്സിമം സെറ്റിൽമെൻറ്റുമാണ് ചോദിച്ചേക്കുന്നത് IS കോഡ് പ്രകാരം. അപ്പോൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളിത് പഠിച്ചാൽ മതി.
റാഫ്റ്റ് ഫൗണ്ടേഷൻ്റെ ക്ലെയിലാണെങ്കിൽ 65 to 60 ആണ്, 65 to 100 ആണ് ടോട്ടൽ സെറ്റിൽമെൻറ്റ് വരുന്നത്. സാൻഡിലാണെങ്കിൽ 40 to 65. എന്നാൽ ഡിഫറൻഷ്യലാകുമ്പോൾ നമുക്ക് അത്രത്തോളം അലോ ചെയ്യാൻ പറ്റത്തില്ല. ക്ലെയിനാണെങ്കിൽ 40 വരെ പറ്റത്തുള്ളൂ, സാൻഡിലാണെങ്കിൽ 25 വരെ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് കാണാൻ പഠിച്ചാൽ ചെയ്യാൻ പറ്റും. യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏരിയ റേഷ്യോ ഫോർ സോഫ്റ്റ് സെൻസിറ്റീവ് ക്ലേ. നിങ്ങൾക്കറിയാം ഏരിയ റേഷ്യോ ഒരുപാട് കൂടുമ്പോൾ നമുക്ക് നല്ല സാമ്പിൾ കിട്ടത്തില്ല. അപ്പോൾ ഏറ്റവും കുറവായിട്ടിരിക്കണം. ഏരിയ റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ 10%. നല്ല സോഫ്റ്റ് സെൻസിറ്റീവ് ക്ലേയിലൊക്കെ പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ ഏരിയ റേഷ്യോ 10%-നേക്കാട്ടിൽ കുറവായിട്ടുള്ള രീതിയിൽ വേണം സാമ്പിളർ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത സെയിം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ഫോർ എ ഗുഡ് ക്വാളിറ്റി. നല്ല സാമ്പിൾ, നല്ല ക്വാളിറ്റി സാമ്പിൾ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ എൻഷുർ ചെയ്യണം? ഓക്കെ, ഏരിയ റേഷ്യോ ഷുഡ് ബി ലോ. ഇപ്പം പറഞ്ഞോളൂ, ഷുഡ് ബി ലെസ് ദാൻ 10 എന്നുള്ളൂ. കട്ടിങ് എഡ്ജ് ഷുഡ് ബി തിക്ക്. അത് തെറ്റാ. ഷുഡ് ബി തിൻ. കട്ടിങ് എഡ്ജേ നമ്മൾ താഴോട്ട് ഇത് കളക്ട് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ കട്ടിങ് എഡ്ജ് തിൻ ആയിരിക്കണം. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഔട്ട്സൈഡ് ക്ലിയറൻസ് ഷുഡ് ബി ലോ. അത് കറക്റ്റാണ്. ക്ലിയറൻസും ചെറുതായിട്ടിരിക്കണം. അപ്പം ഏതൊക്കെയാണ് കറക്റ്റ് എന്നല്ലേ? അപ്പോൾ ഏതാ? 1 and 3. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 1 and 3. ഓക്കെ, അടുത്ത്. ഇത്രയേ ഉള്ളൂ. യെസ്, അപ്പോൾ ഇത്രയാണ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഒന്നും മിസ്സായിട്ടില്ലല്ലോ, പെട്ടെന്ന് തീർന്നു പോലെ. ഓക്കെ, എന്നാലും നമ്മൾ ബേസിക്കലി എല്ലാം, അതായത് ഫ്രം ബിഗിനിങ് എല്ലാം ഏകദേശം, അത് ഒരുപാട് ടോപ്പിക്സ് ഇനിയും ഉണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ഫോക്കസ് ഏരിയസ് നമ്മൾ ഇതിനകത്ത് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്ത് എങ്ങനെ ഒരു അപ്രോച്ച് അല്ലേ, കൺസെപ്ച്വൽ നോളജ് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമുല അറിയണം. ഓൾസോ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിൽ ഏത് വേണം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. ഫസ്റ്റ് റൗണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക. 3 റൗണ്ടായിട്ട് എപ്പോഴും എക്സാമിനെ 3 റൗണ്ടുകളായിട്ട് തിരിക്കണം. ഓക്കെ, 3 റൗണ്ടായിട്ട് തിരിക്കുന്നതിൻ്റെ റീസൺ, ഫസ്റ്റ് റൗണ്ടിൽ ഈ വെരി ഈസി ക്വസ്റ്റ്യൻസേ നിങ്ങൾ ചെയ്യാവൂ. അടുത്ത റൗണ്ടിൽ മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഹാർഡ് ക്വസ്റ്റ്യൻ ഏറ്റവും ലാസ്റ്റ് റൗണ്ടിലേ ചെയ്യാവൂ. സോ നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യമേ ഇത് ഈസി ആണോ മോഡറേറ്റ് ആണോ എന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ ആ നോളജ് ഉള്ളൊരാൾക്കേ അറിയത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു 1 hour അല്ലെങ്കിൽ ഇപ്പോൾ 1.5 മണിക്കൂറല്ല എക്സാം, ടോട്ടൽ 1.5 മണിക്കൂറിലൊരു 1 മണിക്കൂറും 10 മിനിറ്റും നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിന് ഡിവോട്ട് ചെയ്താൽ മതി. കാരണം എന്താ പറയുക, ഹാർഡ് ക്വസ്റ്റ്യൻസ് ഈ എക്സാമിന് എന്തായാലും ഒരു 25 ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോ ഭയങ്കര ടഫായിരിക്കും. നിങ്ങൾക്ക് തൊടാൻ പോലും പറ്റില്ല. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ വറി ചെയ്യേണ്ട. യു ജസ്റ്റ് സ്കിപ്പ്. 25 ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 75 ക്വസ്റ്റ്യനിൽ അല്ലേ, ഈ 75 ക്വസ്റ്റ്യൻ എത്രത്തോളം നല്ലപോലെ ചെയ്യുമോ അത്രത്തോളം. 75 നിങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് റാങ്കായി, കേരള ഫസ്റ്റ് റാങ്ക് സാധാരണ രീതിയിൽ. ഇപ്പം ക്വസ്റ്റ്യൻ പാടായിട്ടൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ 75 പോലും തൊടാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടാണ്. കാരണം കഴിഞ്ഞ LSD AEയുടെ എക്സാമിൻ്റെ കട്ട് ഓഫ് 45 ഉള്ളൂ. പണ്ടൊക്കെ 50-51 കട്ട് ഓഫ് വന്നുകൊണ്ടിരുന്നത്. അത് അത്രത്തോളം ടഫായി ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം ഹാർഡ് ക്വസ്റ്റ്യൻ ഇപ്പം കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ മെയിൻ ഫോക്കസ് അതല്ല. നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ പഠിച്ചതിൽ ഒരു മാർക്ക് പോലും പോവാതെ, ഈവൻ മോഡറേറ്റിലും പല ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ കണ്ടില്ലേ, ആ ഒരു ഗ്രൂപ്പ് പൈലിൻ്റെ ഒക്കെ ആക്ച്വലി മോഡറേറ്റാണ് ചെയ്യാൻ പറ്റും, ടൈം വേണം. അപ്പോൾ ടൈം ഒരു ഫാക്ടർ ആയതുകൊണ്ട് അത് ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പോൾ അതാ പറഞ്ഞത്, ബെറ്റർ 3 റൗണ്ടായിട്ട് തിരിക്കുക. ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ആദ്യത്തെ ഒരു 30 മിനിറ്റ് നിങ്ങളിതിനകത്ത് സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അടുത്താണ് ഒരു 40 to 45 മിനിറ്റ്സ് മോഡൽ ക്വസ്റ്റ്യൻ. ഇത് രണ്ടും ചെയ്യുമ്പോൾ തന്നെ കണ്ടോ 1.25 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ ഒരു 15. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 1-2 ക്വസ്റ്റ്യനെ പിന്നെ ചെയ്യാൻ പറ്റും, മാക്സിമം 3. ഇത്ര മതി, അത് വേണ്ട. നമ്മൾ ഇതിനകത്താണ് ഫോക്കസ് ചെയ്യുക. ഇത് തന്നെ ഫുൾ അടിച്ചാൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ആയി. അതാണ് ടോപ്പ് 10 ടോപ്പ് 15 തന്നെ കയറാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഒരു ടെൻഷൻ അടിക്കേണ്ട, കൂളായിട്ട് പോയി എഴുതുക. അറിയാവുന്നത് മാത്രം എഴുതാവും. ചാടി കയറി റൗണ്ടോ ഒന്നും ചെയ്യരുത്. അറിയാവുന്നത് മാത്രം എഴുതിയിട്ട് ഇങ്ങനെ വരിക. ഓക്കെ, ശരിയാണ്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു.